Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിംഗ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉദ്യോഗസ്ഥരെ പഴിചാരി ഇനി മുൻ ദേവസ്വം ബോർഡിന് രക്ഷപ്പെടാനാവില്ല. ശ്രീകോവിലിലെ കട്ടളപ്പാളിയിലെ സ്വർണ്ണമോഷണത്തിൽ 2019 ദേവസ്വം ബോർഡ് ഭരണസമിതി 8ാം പ്രതിയായി SIT FIR ഇട്ടു. ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ദേവസ്വം ബോർഡ് സ്വർണ്ണമോഷണ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഇത് ഇവിടെ തീരുമോ എന്നാണ് ചോദ്യം. രാഷ്ട്രീയ നേതൃത്വത്തിന് ഉത്തരവാദിത്വമില്ലേ? 2019 സ്വർണം കളവ് നടത്തിയ അതേ കൂട്ടരുടെ കയ്യിൽ 2025 വീണ്ടും സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടവരും അന്വേഷണത്തിന്റെ പരിധിയിൽ വരില്ലേ? അവർക്കുമില്ലേ ഉത്തരവാദിത്വം? കട്ടവരെല്ലാം കുടുങ്ങുമോ എന്നാണ് ചോദ്യം. അതിഥികളായി CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, BJP പ്രതിനിധി TP ജയചന്ദ്രൻ, ശില്പി മഹേഷ് പണിക്കർ എന്നിവരാണ്. ആദ്യം CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാറിലേക്ക്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അങ്ങനെ ആ വാദങ്ങളെല്ലാം പൊളിയുകയാണ്. ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച വീഴ്ചയെന്ന് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല. ദേവസ്വം ബോർഡ് ശബരിമലയുടെ ചരിത്രത്തിൽ ഒരു സ്വർണ്ണക്കളവു കേസിൽ പ്രതിസ്ഥാനത്ത് വന്നത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന ഒന്നല്ലേ? രണ്ടാമത്തെ ചോദ്യം, അന്ന് 2019 കളവ് നടത്തിയ കൂട്ടരുടെ കയ്യിൽ തന്നെ വീണ്ടും ഈ സ്വർണം പൂശിയ ചെമ്പുപാളികൾ 2025 കൊടുത്തുവിട്ടതിന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ അധികൃതരും കൂട്ടുത്തരവാദികളല്ലേ? ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് അന്വേഷണം, അതായത് റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുന്നു. SITയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുന്നു. ഈ SIT കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഏറ്റവും മൂല കാരണം അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാന രേഖ എന്ന് പറയുന്നത് ദേവസ്വത്തിന്റെ വിജിലൻസ് നടത്തിയിരിക്കുന്ന അന്വേഷണത്തിന്റെ സീൽഡ് കവറിൽ കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടുകളെല്ലാമാണ്. ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ദേവസ്വം വിജിലൻസ് ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തുന്നു. ആ റിപ്പോർട്ട് സീൽഡ് കവറിലായി ഹൈക്കോടതിക്ക് കൈമാറി. ആ കൈമാറിയ ദിവസം തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിക്കുകയും ഒരു അന്വേഷണം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനദണ്ഡം ഉണ്ടാക്കുകയും എല്ലാം ചെയ്തത്. ആ റിപ്പോർട്ടിൽ തന്നെ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച, ആ ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായിട്ട് സർവൈലൻസ് നടത്തേണ്ട ബോർഡിന്റെ സാഹചര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അന്വേഷണം മുന്നോട്ട് പോകുന്നു. 4 കാര്യങ്ങളിൽ പ്രധാനമായിട്ടും നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഒന്ന്, 1999 സ്വർണം പൂശിയ ആ പാളി അത് ചെമ്പുപാളി എന്ന് ദേവസ്വത്തിന്റെ തന്നെ ഉത്തരവിൽ പുറത്തിറങ്ങിയാണ്. അത് മിനിറ്റ്സിൽ തീരുമാനിച്ചത് സ്വർണം പാളി എന്നാണ്, ചെമ്പുപാളി എന്നുള്ള വാക്കില്ല. അതുപോലെ തന്നെ പ്രമൈസസിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാമർശവും ഒരു തീരുമാനവും മിനിറ്റ്സ് പ്രകാരം എടുത്തിട്ടില്ല. പക്ഷെ ഉത്തരവായിട്ട് പുറത്തിറങ്ങുമ്പോൾ 2 കാര്യങ്ങൾ, 2 വാക്കുകൾ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ഒന്ന്, ചെമ്പുപാളി സ്വർണം പൂശാൻ എന്നുള്ളതും 2, കൊടുത്തുവിടാൻ എന്ന രൂപത്തിലുള്ള വാക്കും ആ ഉത്തരവിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൊടുത്തുവിടുന്നു. 39 ദിവസം അത് കൈവശം വയ്ക്കുന്നു. അത് സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറി സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരുമ്പോഴും കൃത്യമായി റീപ്ലേസ് ചെയ്യുമ്പോഴും ആ മകസറിൽ തൂക്കം കൃത്യമായി നോട്ട് ചെയ്തിട്ടില്ല. ആ സമയത്തും തൂക്കം നോട്ട് ചെയ്യേണ്ടതാണ്. അത്തരത്തിൽ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന നിരവധി ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ തന്നെയാണ് ദേവസ്വം കമ്മീഷണർ അന്വേഷിച്ച് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സീൽഡ് കവറിൽ കൊടുത്തത്. ആ റിപ്പോർട്ടാണ് ഇപ്പൊ SITക്ക് കൊടുത്ത് തുടർ നടപടി സ്വീകരിച്ചത്. 2 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യ പ്രതിയായിട്ട് വരുന്നു. ദേവസ്വം അതിന്റെ ഉദ്യോഗസ്ഥന്മാർ, ആ സമയത്ത് ഇത് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥന്മാർ 2 മുതൽ 10 വരെ പട്ടികയിൽ ആദ്യ കേസിൽ പ്രതിപ്പട്ടികയിൽ വരുന്നു. രണ്ടാമത് ഇപ്പോ ശ്രീകോവിലിന്റെ വാതിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ്, അതിലും പ്രതിപട്ടിക പുറത്തു വരുന്നു. അതിൽ ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിൽ വരുന്നു എന്നുള്ളത് അതിശക്തമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു. ഒരാൾ പോലും രക്ഷപ്പെടാൻ ഗവൺമെന്റോ ദേവസ്വം ബോർഡോ ഉദ്ദേശിക്കുന്നില്ല. ഏത് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണോ വീഴ്ച വന്നത് ആ ഉദ്യോഗസ്ഥന്മാരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആ ഉദ്യോഗസ്ഥന്മാരെ നയിക്കേണ്ട, മേൽനോട്ടം വഹിക്കേണ്ട ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ വന്നിട്ടുണ്ടോ എന്നതും കൃത്യമായിട്ട് പരിശോധിക്കുകയാണ്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരാളെയും സംരക്ഷിക്കില്ല. അതിശക്തമായിട്ടുള്ള അന്വേഷണം നടത്തും. ഏത് അറ്റം വരെ പോകുമെന്ന് ആദ്യഘട്ടം മുതൽ ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ അടക്കം പറഞ്ഞ അതേ വാക്കുകൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വമേധയാ ഇങ്ങനൊരു കേസ് എടുത്തില്ലായിരുന്നെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വരുമായിരുന്നു. ദേവസ്വം വിജിലൻസ് അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അതിലൊരു പ്രശ്നമുണ്ട്. ഇപ്പോ എങ്ങനെയാണ് ഈ കേസ് പുറത്തു വന്നത്? എങ്ങനെയാണ് ഇത് പൊതുസമൂഹം അറിഞ്ഞത്?
അത് കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന്റെ 4 ദിവസം മുമ്പ്, അതായത് സെപ്റ്റംബർ മാസം 16 തീയതി അദ്ദേഹം ഒരു ചാനലിലൂടെ, പ്രധാനപ്പെട്ട ഒരു ചാനലിലൂടെ നടത്തിയ വെളിപ്പെടുത്തലാണ്. ആ വെളിപ്പെടുത്തൽ എന്താ പറഞ്ഞത്? ഞാൻ ഇവിടെ കൃത്യമായി അതും അതല്ല, 15-ാം തീയതി ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഞങ്ങളടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളിലൂടെ വന്ന് ഈ സ്വർണ്ണപീഠം കാണുന്നില്ല എന്ന് പറയുന്നതിനും ഒരു ദിവസം മുൻപ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് 2025 ഈ ദ്വാരപാലക കവചങ്ങൾ സ്വർണം പൂശാൻ കൊണ്ടുപോയത് എന്ന നിരീക്ഷണം വരുന്നു. അവിടെ നിന്നാണ് ഈ കേസിന്റെ തുടക്കം. ഹൈക്കോടതിയിൽ നിന്നാണ് തുടക്കം, ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നല്ല. അല്ല, മേ ഐ സബ്മിറ്റ്? അങ്ങ് പറഞ്ഞത് ഒരു പരിധി വരെ ശരിയാണ്. പക്ഷെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന വിഷയങ്ങളുമായി അതിനൊരു ബന്ധമില്ല. കാരണം 2023 ഹൈക്കോടതി വിധി പ്രകാരം ഹൈക്കോടതിയിൽ ശബരിമലയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിൽ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുവാദത്തോടെ, ഹൈക്കോടതിയുടെ അനുവാദത്തോടെ പറ്റൂ, സ്പെഷ്യൽ കമ്മീഷനെ അറിയിച്ചിട്ടേ പറ്റൂ. പക്ഷേ 2025 സ്വർണം പൂശാൻ തന്ത്രി ഇത്തരത്തിലൊരു ഉത്തരവിട്ട് അതിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് തുടർ നടപടി സ്വീകരിക്കുമ്പോൾ ഇത് അടർത്തിയെടുക്കുമ്പോൾ ആ ഡേറ്റിൽ ആദ്യത്തെ ദിവസം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിട്ടില്ല. എന്നാൽ രണ്ടാമത്തെ ദിവസം അവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോഴും മറ്റു കാര്യങ്ങളും നേരിട്ടും അതുപോലെ തന്നെ റിട്ടേൺ ആയിട്ടും ഈ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുന്നുണ്ട്. ഈ കമ്മീഷണർ അത് ഹൈക്കോടതി ഇൻഫോം ചെയ്തു. ഇത് ഹൈക്കോടതിയിൽ വാദം വന്നപ്പോൾ ദേവസ്വത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു കുറവ് ദേവസ്വത്തിന്റെ തന്നെ സ്റ്റാൻഡിംഗ് കൌൺസിൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അത് ആ ഉത്തരവിൽ തന്നെ നോട്ട് ചെയ്തുകൊണ്ട് അത് ആവർത്തിക്കരുത് എന്ന രൂപത്തിൽ തുടർ നടപടിക്ക് ഹൈക്കോടതി ഉത്തരവ് കൊടുത്തതാണ്. പക്ഷെ അന്നേരം ഇപ്പൊ ഉയർന്നു വന്നിരിക്കുന്ന വിഷയം അവിടെയല്ല. ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന വിഷയം കൃത്യമായി ഞാൻ ഉണ്ടാക്കി കൊടുത്ത താങ്ങുപീഠം ഈ ദേവസ്വത്തിന്റെ സ്ട്രോങ് റൂമിൽ ഉണ്ടെന്നും അതിപ്പോ കാണാനില്ലെന്നും അത് തന്ത്രിയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോ മോഷ്ടിച്ചിട്ടുണ്ടാകും എന്ന രൂപത്തിലുള്ള പ്രസ്താവനകൾ കാണാനില്ല എന്ന് വരികയും പിന്നീട് സോഷ്യൽ മീഡിയയിൽ അടക്കം പല രൂപത്തിൽ അത് ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അവിടെയാണ് യഥാർത്ഥ സംഭവത്തിന്റെ തുടക്കം. ആദ്യത്തെ കേസിൽ ഉണ്ടായ ഹൈക്കോടതിയുടെ ഉത്തരവുകൾ വരുന്നുണ്ട്. ആ ഹൈക്കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടങ്ങുന്നത്. അത് സർക്കാർ സ്വമേധയാ എടുത്ത കേസല്ല. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഈ കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ദേവസ്വം വിജിലൻസിന് ഇങ്ങനെയൊരു പരാതിയുമില്ല, ദേവസ്വം ബോർഡിന് ഇങ്ങനെയൊരു ആരോപണവുമില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ഇതേ ദേവസ്വം ബോർഡ് തന്നെയാണ് വിളിച്ചത്. വിവാദമുണ്ടായ സാഹചര്യത്തിലാണ് ആ ഗ്യാരണ്ടി പോലും പിന്നീട് റദ്ദ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇത് കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന കള്ളമൊന്നും പുറത്തു വരില്ലായിരുന്നല്ലോ കെ എസ് അരുൺകുമാർ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മളത് സമ്മതിച്ചു പോവുക തന്നെ വേണം. ആ വീഴ്ചയെ എന്തിനാണ് മറച്ചു പിടിക്കുന്നത്? ഈ ദേവസ്വം ബോർഡിന്റെ വീഴ്ചയാണ് നമ്മൾ എന്തിനാണ് മറച്ചു പിടിക്കുന്നത്? ഈ സ്വർണം കിട്ടിയിട്ടില്ല, സ്വർണം ഈ തൂക്കത്തിൽ കുറവ് വന്നു എന്നുള്ള വിവരങ്ങൾ കൃത്യമായും വസ്തുതാപരമായും നിലവിലിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കാൻ ദേവസ്വം ബോർഡിന് പറ്റിയിട്ടില്ല. 2019 ദേവസ്വം ബോർഡിന് പറ്റിയില്ല, വാസുവിന്റെ നേതൃത്വത്തിൽ വന്ന ദേവസ്വം ബോർഡിന് പറ്റിയില്ല, അഡ്വക്കേറ്റ് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ വന്ന ദേവസ്വം ബോർഡിനും പറ്റിയില്ല. അങ്ങയുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യത്തിന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ഉത്തരം നൽകുന്നത്. അങ്ങേക്ക് അറിയാവുന്നതാണ് കൃത്യമായി ഈ ഒരു സംഭവം ഇപ്പൊ ഹൈക്കോടതി നേരിട്ട് ശബരിമലയിൽ വന്ന് പരിശോധിച്ച് കണ്ടെത്തിയതല്ലല്ലോ. ഇവിടെ താങ്ങുപീഠവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു നുണ പ്രസ്താവന, തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വ്യാജ വാർത്ത ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് ഉണ്ടാകുകയും ഹൈക്കോടതി അതിൽ കൃത്യമായി ദേവസ്വം വിജിലൻസിനോട് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ ദേവസ്വം വിജിലൻസ് തന്നെയാണ് 2019 മുതലുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലേക്ക് വസ്തുത കൊണ്ടുവന്നത്. കാരണം ആദ്യം ഇങ്ങനൊരു വിവാദം, ഒരു നുണപ്രസ്താവന ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയെങ്കിലും 2019 മുതലുള്ള സാഹചര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കൈമാറിയത് കൃത്യമായി ദേവസ്വം ബോർഡ് തന്നെയാണ്, ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിൽ തന്നെയാണ്. അത് പരിശോധിച്ചിട്ടാണ് ഇതിൽ അനോമലികൾ ഉണ്ടല്ലോ എന്ന് കോടതി കണ്ടെത്തുകയും ഉത്തരവായിട്ട് പുറത്തിറങ്ങുകയും ചെയ്യുന്നത്. ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെ തുടർന്ന് ശബരിമല ദേവസ്വത്തിലെ ശ്രീകോവിലിന്റെ ഇരുഭാഗങ്ങളിലും സ്ഥാപിച്ചിരുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണം പതിച്ച ചെമ്പുതകടുകൾ 7/9/2025 അനധികൃതമായി ഇളക്കി മാറ്റി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയതിനെ തുടർന്ന് എന്നാണ്. അപ്പോൾ അനധികൃതമായി ഇളക്കി മാറ്റി എന്നുള്ളത് വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട്. അതാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രശാന്ത് അധ്യക്ഷനായ ദേവസ്വം ബോർഡിന്റെ പേരിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർക്ക് കഴിയില്ല. അനധികൃതമായി ഇളക്കി മാറ്റി. അല്ല, അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. പ്രയർ സാങ്ഷൻ ഓഫ് ദി ഹൈക്കോർട്ട് ഈസ് ഹൈലി നെസസറി ഫോർ ടേക്കിംഗ് എനി ആക്ഷൻ. സ്വമേധയാ ഈ കേസിൽ ഇടപെടുകയായിരുന്നില്ല. ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന്
ദേവസ്വം വിജിലൻസ് ഇടപെട്ടു. ഇപ്പോൾ ഈ കള്ളം പുറത്തു വരുമ്പോൾ, ഇപ്പോൾ പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ഇതാ ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്വമാണുള്ളത്, അല്ലെങ്കിൽ രാഷ്ട്രീയ മാന്യതയാണുള്ളത്? അവിടെ തള്ളിപ്പറയാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ 2019 ദേവസ്വം ബോർഡിനെ, പത്മകുമാറിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ വീഴ്ചകൾ ഓരോരോ വീഴ്ചകളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതുവരെയും രാഷ്ട്രീയ നേതൃത്വം ആ ദേവസ്വം ബോർഡിനെ തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഇപ്പൊ 2019 ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിലേക്ക് അടക്കം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും നിങ്ങൾ അതിനെ ഇത്ര വില കുറച്ച് കാണരുത്. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ പോലും അല്ലെങ്കിൽ ഒരു ബോർഡിനെ പോലും സംരക്ഷിക്കേണ്ടതില്ല. അല്ല, ഒറ്റ മിനിറ്റ്. അല്ല, ഞാൻ ഹൈക്കോടതിയെ ആരും വില കുറച്ച് കാണുന്നില്ലല്ലോ. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബെഞ്ച് തന്നെ പ്രവർത്തിക്കുന്നു നമുക്കറിയാം. അവിടുത്തെ തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടതും മേൽനോട്ടം വഹിക്കേണ്ടതും ഹൈക്കോടതിയാണ്. നമുക്കറിയാം, മറ്റ് ചില നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡേറ്റാസും ഇങ്ങനെ പറയാൻ കഴിയില്ല. കാരണം 17ാമത്തെ പാരഗ്രാഫ് അവസാനത്തെ ഉത്തരവിൽ താങ്കളും വായിച്ചിട്ടുണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ സത്യം കണ്ടെത്തുക, ഏത് ഉദ്യോഗസ്ഥന്മാരാണ് വീഴ്ച വരുത്തിയത്. പക്ഷെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ? അതിപ്പോ അന്നത്തെ ദേവസ്വം ബോർഡാണോ ഇന്നത്തെ ദേവസ്വം ബോർഡാണോ? കൃത്യമായിട്ടുള്ള നടപടി എടുക്കും. ആ നടപടി എടുക്കാനുള്ള ഇച്ഛാശക്തിയും കരുത്തും തന്നെയാണ് ഒരു മടിയുമില്ല. അന്വേഷണം ഈ അയ്യപ്പന്റെ സ്വർണം കട്ടതാരാണെങ്കിലും ആ കള്ളന്മാർക്കൊപ്പമില്ല. അതിനുള്ള അന്വേഷണമാണ് നടക്കുക. SITയുടെ അന്വേഷണത്തിൽ തന്നെയല്ലേ രണ്ടാമത്തെ FIRൽ ദേവസ്വം ബോർഡ് തന്നെ പ്രതിയായി വരുന്നു. സർക്കാർ ആരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമില്ല, ദേവസ്വം ബോർഡ് അംഗങ്ങളാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. N. ശ്രീകുമാർ. നോക്കൂ ഡോക്ടർ അരുൺ, ഈ CPM നേതൃത്വത്തിന് ഈ ശബരിമലയിലെ സ്വർണം കാണാതായ വിഷയത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതിൻ്റെ ദോഷമാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ, ആമുഖത്തിൽ പറഞ്ഞ പോലെ, രാഷ്ട്രീയ നേതൃത്വത്തിനാണ് ഇത് ഉത്തരവാദിത്വം. കാരണം ശബരിമലയിലെ ഭരണസമിതിയെ നിയോഗിച്ചത് കേരള ഭരിക്കുന്ന ഇടതുമുന്നണി ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ ഇടതുമുന്നണി ഗവൺമെൻറ്റിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് കൃത്യമായി ഉത്തരം നൽകാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ ഭരണനേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രിക്ക് ഈ വിഷയം ഒരു ഗൗരവത്തിലെടുത്തുകൊണ്ട് ജനങ്ങളുടെ സംശയം കൃത്യമായി ഓരോ ദിവസവും തീർത്തു കൊടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നത് മുഖ്യമന്ത്രി ഓരോ ദിവസവും ഇതിന് അഭിപ്രായം പറയണമെന്നൊക്കെ അവർ തിരിച്ച് ചോദിക്കുകയായിരിക്കും. ഇവിടെ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങളിൽ ഡോക്ടർ അരുൺകുമാറിന് പോലും ഒരുപാട് സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇത് ഈ CPMൻ്റെ ദേവസ്വം ഭരിച്ച മന്ത്രിമാരൊക്കെ പറയുന്നത് 6 ആഴ്ച കാത്തിരിക്കൂ, അന്വേഷണം നടക്കുകയാണ്, ആരും രക്ഷപ്പെടില്ല. ഇതൊക്കെ കേട്ടാത്തതൊന്നും ഇവരാണ് ഈ അന്വേഷണം നടത്താൻ ശ്രമിച്ചതെന്നും ഇവരാണ് ഈ പ്രതികളെ പിടിക്കുന്നതെന്നും ഇവർക്കൊന്നും ഇതിലൊരു റോളും ഇല്ല. ഇത് ഹൈക്കോടതിക്ക് മാത്രമാണ് നമ്മളിതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഹൈക്കോടതിക്ക് മാത്രമാണ്. പ്രതികളെ പിടിച്ചാലും ഹൈക്കോടതിക്കാണ് കൊടുക്കേണ്ടത്. അതായത് 2022 ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിജിലൻസ് സംഘം ഉണ്ടായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ. ആ സംഘത്തെ ആഭ്യന്തര വകുപ്പിൽ സ്വാധീനിച്ച് അവരെ മാറ്റി 2022. ഇന്ന് മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിൽ ആ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് മാറ്റിയത്? അതിനുശേഷം ഇന്ന് പ്രതിപട്ടികയിൽ വന്നിട്ടുള്ള പലർക്കും അവിടെ ഗുണം കിട്ടിയതാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിലുള്ളത്. അപ്പോൾ നമുക്ക് 2022 എന്തായാലും ഇവർ തന്നെയാണല്ലോ ഭരിക്കുന്നത്. ഇന്ന് പത്മകുമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പത്മകുമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതുമായി ബന്ധപ്പെട്ട ഭരിച്ചത് മുഴുവൻ 2019 മുതൽ ഇങ്ങോട്ട് ഭരിച്ചതും 1999 മുതലുള്ള കാലഘട്ടത്തിൽ UDFൻ്റെ ആ പീരീഡ് വെച്ച് ഭരിച്ചതും ഒക്കെ ഇവർ തന്നെയാണല്ലോ. അപ്പോൾ ഇന്ന് പത്മകുമാർ പറഞ്ഞ കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ കാരണം, ഇതിന് മുമ്പ് CPMൻ്റെ ദേവസ്വം ഭരിച്ച മന്ത്രിമാരൊക്കെ അത് അവരുടെ കാലത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പത്മകുമാർ എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് 2007 ഈ വിവാദ പുരുഷനായ ഉണ്ണികൃഷ്ണൻ അവിടെ എത്തുന്നത്, ഉണ്ണികൃഷ്ണൻ പോയിട്ട് അവിടെ എത്തുന്നത് 2007 എന്ന് പറഞ്ഞു. അപ്പോൾ 2007 ആരാ ഭരിച്ചത്? CPM ആണ് ഭരിച്ചത്. അപ്പോൾ 2007 എന്ന് ശ്രീ പത്മകുമാർ ഇപ്പോൾ പറയുമ്പോൾ അത് എവിടേക്ക് അന്ന് തൊട്ടേ ഉണ്ട്, എൻ്റെ കാലത്തല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഗവൺമെന്റിനെ ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന CPMൻ്റെ കാലത്താണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് CPMൻ്റെ കാലത്താണ്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണനുമായി ഒരു ചേട്ടൻ അനുജനെ പോലെ പല വേദികളും ഒരുമിച്ച് പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണൻ UDFന്റെ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു സാർ.
അതെ, അല്ല ഞാനത് പറഞ്ഞില്ല. ഞാൻ UDF-ന്റെ കാലത്ത് നല്ല കാലമാണെന്ന് പറഞ്ഞോ. അത് ഈ ദേവസ്വം ഭരണസമിതിയെക്കുറിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ വേറെയുണ്ട്. കാരണം ഈ ക്ഷേത്രഭരണത്തിൽ രാഷ്ട്രീയ നേതൃത്വം അത്ര ക്ലീൻ ആണോ എന്ന് ചോദിച്ചാൽ മിക്കവാറും ക്ലീൻ അല്ല എന്നുള്ളത് നമുക്ക് പലവട്ടം അറിയാമല്ലോ. ഈ ദേവസ്വം ഭണ്ണാരി എണ്ണുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ചില വീഡിയോ ദൃശ്യങ്ങളൊക്കെ. അത് വേറെ വിഷയമാണ്. ഞാനിവിടെ പറയുന്നത് ഇവർക്കിടയിലുള്ള കാര്യം ഓർമ്മയുണ്ടാവുമല്ലോ ശ്രീകുമാറിന്. വിജിലൻസ് അന്വേഷണം നേരിടുന്ന വ്യക്തിയെ എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിക്കരുതെന്ന് ഉത്തരവുണ്ടായിരുന്നിട്ടും മന്ത്രിയുടെ അനുജനെ സന്നിധാനത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിച്ച ചരിത്രം UDF-ന്റേതാണ് അല്ലേ ശ്രീകുമാർ? നോക്കാം ഡോക്ടർ അരുൺകുമാർ, ഇവിടെ LDF ആണോ UDF ആണോ എന്നുള്ളതിനെ കുറിച്ചല്ലല്ലോ തർക്കം. LDF ഭരണകാലത്തുണ്ടായ ശബരിമലയിലത്തെ സ്വർണം കാണാനില്ല എന്നുള്ളത് LDF-ന്റെ ഭരണകാലത്തുണ്ടായതാണ്. അത് UDF-ന്റെ 2011 തൊട്ട് 16 വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ശബരിമലയിൽ ഉണ്ടായിരുന്നെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, 2007 CPM ഭരണകാലത്ത് വന്ന അദ്ദേഹം 2011 അവിടെ തുടർന്നു. പക്ഷേ 2011 തൊട്ട് 16 വരെ അവിടെ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് വരുമ്പോൾ ചർച്ച ചെയ്യാം. ഇതിപ്പോൾ വന്ന കാലത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇപ്പം നമ്മളെ ഇത് ന്യായീകരിക്കുക, ഇതിനെ തുലനം ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. രാഷ്ട്രീയ ഉത്തരവാദിത്വം അതാത് കാലങ്ങളിൽ ഈ രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുക്കാറില്ലെന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അന്ന് ശിവകുമാറിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുത്തില്ല. പത്മകുമാറിന്റെ കാര്യത്തിൽ ഇപ്പോൾ CPM അത് ഏറ്റെടുക്കുന്നില്ല. ഡോക്ടർ അരുൺകുമാർ, വ്യത്യാസമുണ്ട്. ഇത് ശബരിമലയിലത്തെ ദ്വാരപാലകരുടെയും ശബരിമലയിലത്തെ ശ്രീകോവിലിന്റെ സ്വർണ്ണപ്പകളികളും എടുത്തുകൊണ്ട് പോകുന്നതും അവിടെ പാത്രം വാങ്ങുന്നതും ഇതിപ്പോൾ കാണാതായ കണക്ക് നമ്മുടെ മുന്നിലുള്ളത് 50 പവന്റേതാണ്. വിലയുടെ വിശ്വാസത്തിന്റെ മൂല്യം ഞാൻ കുറച്ച് കാണിക്കുന്നില്ല. പക്ഷേ സ്വർണത്തിന്റെ മൂല്യം കണക്കിലെടുത്താൽ 50 പവൻ ഇവിടെ കിടക്കുന്നു, 1,87,00,000 ഇവിടെ കിടക്കുന്നു. നോക്കൂ ഡോക്ടർ അരുൺകുമാർ, താങ്കൾക്ക് ആ ഭരണവും ഈ ഭരണവും ഒന്നാണെന്ന് വരുത്തുന്നതിൽ അതിൽ താങ്കൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് നോക്കൂ, ഈ ശബരിമലയിലെ സ്വർണ്ണപാളി കാണാതായ സംഭവത്തെക്കുറിച്ച് മാത്രമാണ്. ഒരുപാട് വിഷയങ്ങൾ ശബരിമല നടന്നിട്ടുണ്ട്. ഏലം വാങ്ങിച്ചതിൽ അഴിമതി നടന്നിട്ടില്ല ഇടതുമുന്നണിയുടെ കാലത്ത്. അത് ഞാനിവിടെ ഉന്നയിക്കുന്നില്ലല്ലോ. ശർക്കരയുടെ കാര്യം ഞാൻ ഉന്നയിക്കുന്നില്ലല്ലോ. അരവണ പായസം നശിപ്പിച്ച് കളയാൻ വേണ്ടി അരവണ പായസം നശിപ്പിച്ച് കളയാൻ വേണ്ടി കോൺട്രാക്ട് ക്ഷണിച്ചതിനെ കുറിച്ച് അവിടെ ഉന്നയിക്കുന്നില്ലല്ലോ. ഞാനിവിടെ പറയുന്നത് ശബരിമലയിലത്തെ അയ്യപ്പൻ്റെ ശ്രീകോവിലിന് മുമ്പിലെ ദ്വാരപാലകരുടെ സ്വർണ്ണ കവചങ്ങളും അവിടുത്തെ വാതിലിൻ്റെ സ്വർണവും അതുപോലെ കട്ടളയുമായി ബന്ധപ്പെട്ട സ്വർണവും കാണാതായത് മാത്രമല്ല, അത് കൊണ്ടുപോയത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും സ്വർണം കുറഞ്ഞു വരുന്നു. അതിവിടെ പരിശോധിക്കപ്പെട്ടില്ല. അത് പരിശോധിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അത് അന്വേഷിച്ചുമില്ല. ഇത് അന്വേഷിക്കാൻ ഹൈക്കോടതി തീരുമാനമെടുത്തപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങളും ഹൈക്കോടതിയൊക്കെ ഒരേപോലെ പോകുന്നേ. മന്ത്രി വാസവൻ പറയുന്നു ആരും രക്ഷപ്പെടില്ല, ഞങ്ങളൊക്കെ നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇവർക്കൊരു റോളുമില്ല, ഒരു റോളുമില്ല. അന്വേഷണം പ്രഖ്യാപിച്ചതിലോ ദേവസ്വം വിജിലൻസിലോ റോളുമില്ല. തുടക്കവും അവിടെ നിന്നല്ല. ഞാൻ ഒന്ന് അങ്ങയിലേക്ക് മടങ്ങി വരാം. TP കൂടി നമുക്കൊപ്പം ജയചന്ദ്രൻ, നമ്മുടെ ശില്പി മഹേഷ് പണിക്കർ അല്പസമയം കൂടെ നമുക്ക് ഡോക്ടർ അരുൺ ഒരു മിനിറ്റ്. പറഞ്ഞോളൂ ശ്രീകുമാർ, പറഞ്ഞോളൂ. എന്നോടാണോ ശ്രീകുമാർ? എന്നോടാണോ? അതായത് ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിലിപ്പോൾ ഈ ശബരിമല ഈ വിഷയം വന്നപ്പോൾ ഇത്ര കാലത്തിനുള്ളിൽ ഇത്ര സ്വർണ്ണപ്പാടി നഷ്ടപ്പെട്ടെന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു ഉത്തരം കൊടുക്കാനായിട്ട് സാധാരണ LDF ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. LDF-ന്റെ മുന്നണി യോഗം പോലും ചേർന്നിട്ടില്ല ഡോക്ടർ അരുൺകുമാർ. ശബരിമല ഇന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും കഴിയില്ല. മഹേഷ് പണിക്കർ, അങ്ങേക്ക് ധൃതിയുണ്ടെന്നറിയാം. ശ്രീ TP അങ്ങയുടെ അനുവാദത്തോടു കൂടി ഞാൻ മഹേഷിലേക്ക് പോകുന്നു. അദ്ദേഹം അല്പസമയം കൂടി നമുക്കൊപ്പം ഉള്ളൂ ഈ ചർച്ചയിൽ. മഹേഷ് പണിക്കർ, ഇപ്പോൾ രണ്ടാമത്തെ FIR കൂടി വരുന്നു. ആ രണ്ടാമത്തെ FIR-ൽ ദേവസ്വം ബോർഡ് തന്നെ പ്രതിപട്ടികയിലേക്ക് വരികയാണ്. ശബരിമലയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വർണ്ണമോഷണ കേസിൽ ദേവസ്വം ബോർഡ് തന്നെ പ്രതിസ്ഥാനത്ത് വരുന്ന അസാധാരണമായൊരു സാഹചര്യം ഉണ്ടാവുന്നു. താങ്കൾ കരുതുന്നുണ്ടോ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ മാത്രമേ, അതായത് ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ അറിയാതെ, രാഷ്ട്രീയ നേതൃത്വം അറിയാതെ ഉദ്യോഗസ്ഥർക്ക് മാത്രം ഇത്രയും വലിയ തട്ടിപ്പ് ശബരിമലയിൽ നടത്താൻ കഴിയുമെന്ന്? ഇല്ല, ഇതിനകത്തൊരു പ്രധാന പ്രശ്നം വിശ്വാസക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു സംഭവമാണ്. അത് ഇപ്രാവശ്യവും സംഭവിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യവും ഇവരിത് ഇളക്കിയിരിക്കുന്നത് സെപ്റ്റംബർ 7-ാം തീയതിയാണ്. എന്താണ് ഈ സെപ്റ്റംബർ 7-ാം തീയതിയുടെ പ്രത്യേകത? സെപ്റ്റംബർ 7-ാം തീയതി പൗർണമിയാണ്. സെപ്റ്റംബർ 7-ാം തീയതി ചന്ദ്രഗ്രഹണമാണ്. ചന്ദ്രഗ്രഹണത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും അടച്ചിടേണ്ടൊരു സമയമാണ്. ആ സമയത്താണ് ഇത് ഇളക്കിയിരിക്കുന്നത്. അതൊക്കെയാണ് നമ്മുടെ വേദന. കാര്യം ഇതൊരു പൂജയ്ക്ക് വേണ്ടി, അതായത് പ്രത്യേകതരം പൂജകൾക്ക് വേണ്ടിയാണ് ഇത് ഇളക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഈ തട്ടിപ്പ് നടന്നില്ല.
അത് അവരുദ്ദേശിച്ച പോലെ പോയില്ല, അത് വേറെ കാര്യം. അതിപ്പം നമ്മുടെ പ്രസിഡന്റിന്റെ ഒക്കെ കഴിവുകൊണ്ടായിരിക്കും. പക്ഷേ ഇവർ ഉദ്ദേശിച്ചത്, ഇത് ഇളക്കാൻ ഉദ്ദേശിച്ചത് ആ സമയത്ത് യാതൊരു കാരണവശാലും ഒരു തരത്തിൽ അമ്പലത്തിൽ ഭക്തജനങ്ങളെ പോലും പ്രവേശിക്കില്ല. എനിക്ക് തോന്നുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലും ചന്ദ്രഗ്രഹണ സമയത്ത് ക്ഷേത്രം നേരത്തെ അടയ്ക്കും. കാര്യം അത്രയ്ക്കൊരു പ്രാധാന്യമാണ്. കാര്യം ശബരിമലയുടെ ആചാര വിശ്വാസങ്ങൾ അനുസരിച്ചിട്ട് ഇത് വെറും താന്ത്രികവും വൈദികവുമായ 2 ആചാര രീതി മാത്രമല്ല, ഇവിടെ സിദ്ധ പരമ്പര മൂന്നാമതൊരെണ്ണം കൂടെ ഉണ്ട്. ഈ സിദ്ധ പരമ്പരയുടെ ഇതിനകത്താണ് അയ്യപ്പൻ്റെ മെയിൻ കോർ ഇരിക്കുന്നത്. നമ്മുടെ മകരവിളക്ക്, ഈ പറഞ്ഞ മണിമണ്ഡപം, അതിൽപ്പെട്ട ആചാരങ്ങൾ, ഈ നെയ്യഭിഷേകം, ഇതൊക്കെ ആ സിദ്ധ പരമ്പരയുടെ ബാക്കി പത്രമാണ്. അത് പുലിപ്പാണി സിദ്ധർ, വ്യാക്രപാദം എന്ന് പറയുന്ന ഒരു സിദ്ധൻ്റെ ബേസിസിലാണ് അയ്യപ്പൻ അദ്ദേഹത്തിൽ നിന്ന് കുറേ വലിയ മെയ്തീണ്ട കാലയോഗം എന്നൊക്കെ പറഞ്ഞാൽ അതിമാനുഷികമായ കുറേ യോഗം ഇതൊക്കെ നേടിയിട്ടുണ്ടെന്നുള്ള രീതിയുണ്ട്. അപ്പം അതൊരു വലിയ കാര്യമാണ്. അപ്പം അങ്ങനത്തെ സംഭവങ്ങളിലകത്ത് ഇതിന് താന്ത്രികമായിട്ടും പൂജാവിധികളുമായിട്ടും വളരെയധികം അറിയാവുന്ന ആൾക്കാർ, വളരെ അതിൻ്റെ ഇന്നർ കോറിൽ അറിയാവുന്ന ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ട്. അല്ലെങ്കിൽ ഇതൊരിക്കലും എന്താ പറഞ്ഞാൽ ആ ഡേറ്റിൽ അവർ ഇളക്കില്ല, ആ ഡേറ്റിൽ ആ സംഭവിക്കില്ല. അതൊരു വല്ലാത്ത കാര്യമാണ്. നമ്മൾ അതൊക്കെ ഞെട്ടലോടെയാണ് നമ്മൾ ഇതിനകത്ത് ഇടപെടുന്നത്. കാര്യം അതായത് 25/7/2025 അല്ല, ഞാൻ ഇപ്പോഴത്തെ കേസ് ആ ഡേറ്റ് വെരിഫൈ ചെയ്യണം. ആ ഡേറ്റ് ഈ സെപ്റ്റംബർ 7-ാം തീയതി എന്ന് പറയുന്നത് പൗർണമിയാണ്. അന്ന് പൂർണ്ണ ചന്ദ്രഗ്രഹണമാണ്. ആ സമയത്താണ് ഈ ദ്വാരപാലകർ എന്ന് പറയുന്നത് നമ്മളൊരു ക്ഷേത്ര സങ്കല്പത്തിൽ ദേവന്റെ നാസാരന്ധ്രങ്ങളാണ്, 2 നാസാരന്ധ്രങ്ങളാണ്. അത് പ്രാണൻ 19/7/2019 ആദ്യം വിളക്കുന്നത്. പറഞ്ഞോളൂ. ഞാൻ ഇപ്പോഴത്തെയാണ് പറയുന്നത്. ഇപ്പോഴത്തെ ആദ്യം ഇളക്കുന്നതിന്റെ ടൈം അത് 2 ദിവസമായിട്ടൊക്കെ പറയുന്നുണ്ട്. 19, 20 എന്നൊക്കെ പറഞ്ഞ ഡേറ്റ് പറയുന്നുണ്ട്. അതിന് മുമ്പ് ഇളക്കിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളതല്ല. ഞാൻ ഇപ്പോഴത്തെ ഇളക്കിയതിന്റെ കേസാണ് ഈ പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു വിശ്വാസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്, അല്ലെ ഈ തട്ടിപ്പ് സംഘത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. അതാണ് അതിനകത്തെ ബേസിക് കാര്യങ്ങൾ. ബാക്കിയെല്ലാം അതിന്റെ പുറകെ വരുന്നതാണ്. ഈ ഞാൻ പറഞ്ഞല്ലോ, പണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പണമോ അല്ലെങ്കിൽ അതിന്റെ സ്വാധീനമോ ഒന്നും അല്ല അവർ അതിനെ ഇത് ഉന്നയിക്കുന്നത്. ഇതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരണം. കാര്യം എന്തുകൊണ്ട് ആ വിശ്വാസ തട്ടിപ്പ് എങ്ങനെയാണോ ഇവര് ഇതേ സമയം നമ്മൾ പഴയ യോധയുടെ സിനിമയൊക്കെ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഈ പറയുന്ന വിഷയം എന്താന്നുള്ളത്, അതിന്റെ ഗൗരവം എന്താന്നൊക്കെ ഉള്ളത്. മോഹൻലാലിന്റെ ഒരു സിനിമയുണ്ട് ഈ ഒരു തീമൊക്കെ വെച്ചിട്ടുള്ളത്. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ പോകുന്നത്. ഇത് കുറെ പേരെ അവരെയും തട്ടിപ്പിക്കുകയാണ്, അയ്യപ്പ ഭക്തരെയും തട്ടിപ്പിക്കുകയാണ്, ഇവിടെയും തട്ടിപ്പാണ്, മൊത്തത്തിൽ തട്ടിപ്പാണ്. അപ്പൊ അതൊരു സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങൾ അവിടെ അദ്ദേഹമൊക്കെ അദ്ദേഹം ഒരു കാരണവശാലും അനുവദിക്കേണ്ടാത്ത, ഇന്ന് ഇളക്കാൻ പറ്റില്ല, ഇത് അടുത്ത ദിവസമേ പറ്റൂ, ചന്ദ്രഗ്രഹണമാണ്, ഇന്ന് ആ ഏരിയയിലോട്ട് ആരും പോലെ തടയേണ്ടതാണ്. അതൊക്കെ എന്തുകൊണ്ട് ഇവരൊക്കെ ഇത് ചെയ്യുന്നില്ല എന്നുള്ള എനിക്ക് സത്യം പറഞ്ഞാൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് അതൊക്കെ. അല്ലാണ്ട് ബാക്കിയുള്ള കാര്യത്തിൽ ഈ സ്വർണ്ണത്തിനകത്തെ വലിപ്പവും ചെറുപ്പവും നമ്മൾ അയ്യപ്പന് സത്യം പറഞ്ഞാൽ ഒരു പിടി അരിയോ ഒരു നെയ്ത്തേങ്ങയോ ഈ സ്വർണ്ണമോ 5 കിലോ സ്വർണ്ണമോ 500 കിലോ സ്വർണ്ണമോ വിജയമല്യ കൊടുത്ത സ്വർണ്ണമോ ഒക്കെ പുള്ളിക്ക് ഒരുപോലെ ഉള്ളൂ. പുള്ളിയെ സംബന്ധിച്ച് ഇതിനകത്തൊന്നും ഒരു കാര്യവും ഇല്ല. പക്ഷേ ഈ വക കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആ എന്താ പറയുക ചൈതന്യത്തിന്റെ ശക്തിയെ ക്ഷയിപ്പിക്കുന്ന രീതിയിലുള്ള ഈ വക കാര്യങ്ങളിലേക്കുള്ള പോക്ക് ഗുരുതരമാണ്, അപകടകരമാണ്. അത് ചർച്ച ചെയ്യേണ്ടതും ഒരു പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നേ. പൂർണ്ണമായിട്ടും LDF-ന്റെയും UDF-ന്റെയും കാലത്ത് വിവിധ ബോർഡുകൾ എങ്ങനെയാണ് ശബരിമലയെ സമീപിച്ചിരുന്നത് എന്നതിന്റെ ഏറ്റവും അടുത്ത കണക്കുകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത് തുടരുകയാണ്. പക്ഷേ ഇപ്പോൾ സർക്കാർ പറയുന്നു, ദേവസ്വം വിജിലൻസ് കണ്ടെത്തി, SIT പ്രതിസ്ഥാനത്ത് നിർത്തി തന്നിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട്, ദേവസ്വം ബോർഡിലെ അംഗങ്ങളുണ്ട്. ആരായിരുന്നാലും ഞങ്ങൾ സംരക്ഷിക്കില്ല എന്നാണ് സർക്കാർ പറയുന്നത്. TP ജയചന്ദ്രൻ 6 ആഴ്ച കൂടി കാക്കൂ എന്നുകൂടി പറയുന്നുണ്ട് ദേവസ്വം മന്ത്രി. അരുൺ, താങ്കൾ ചൂണ്ടിക്കാണിച്ച മാതിരിയിൽ നാശോന്മുഖമായ, ജീർണത ബാധിച്ച, ഇനി ഒരിക്കലും നന്നാക്കിയെടുക്കാൻ കഴിയാത്ത 2 മുന്നണികൾ രാജ്യത്തിൻ്റെ പൊതുസ്വത്തിൽ കണ്ണുവെച്ച് നടത്തുന്ന പരമമായ കൊള്ളയുടെ ചെറിയൊരറ്റമാണ് അരുൺ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നോക്കൂ, അതിനുശേഷം കേരളം മുഴുവൻ ദേവസ്വം ബോർഡുകളുടെ കൊള്ളകളുടെ പരമ്പരയാണ്. നമ്മൾ ഈ ശബരിമലയിൽ മാത്രമായിട്ട് ഒതുക്കേണ്ടതാണോ എന്ന് എനിക്കറിയില്ല. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ബാലുശ്ശേരിയിൽ തന്നെ 2 ക്ഷേത്രങ്ങളിലെ സ്വർണം കളവ് പോയിരിക്കുന്നു. മുക്കത്തെ സ്വർണ്ണശേഖരം കളവ് പോയിരിക്കുന്നു. കാസർഗോഡ് കളവ് പോയിരിക്കുന്നു. കേരളം മുഴുക്കെ അങ്ങ് കൊട്ടാരക്കരയിൽ മറ്റൊരു ആചാരലംഘനം നടന്നിരിക്കുന്നു. എന്നിട്ട് ഇവിടെ വന്ന് ഈ ആളുകൾ ഇപ്പം നമ്മൾ മുമ്പാകെ ഉളുപ്പില്ലാതെ പറയുകയാണ് ആരായാലും രക്ഷപ്പെടുകയില്ല എന്ന്. നോക്കൂ, ഇത് രക്ഷപ്പെടാൻ വല്ല സാധ്യതയും ഉണ്ടെന്ന് അരുൺ കുമാറിന് പ്രതീക്ഷയുണ്ടോ? ഈ അന്വേഷണവും ഇപ്പോൾ പോകുന്ന പോക്കും ഇവിടെ വന്ന് സംസാരിക്കുന്ന ഇടതുപക്ഷ പ്രതിനിധി അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വാക്കുകളിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുടെ കണിക ഇതിനകത്തുണ്ടോ? ഡോക്ടർ അരുൺകുമാർ വളരെ കൃത്യമായിട്ട് ഒരൊറ്റ വാക്ക് ശ്രദ്ധിച്ചാൽ മതി. ഇന്ന് പ്രതി ചേർക്കപ്പെട്ട കുറ്റാരോപിതനായ പത്മകുമാർ പറയുന്നു, എന്താ പറയുന്നത്? എന്നേക്കാൾ വലിയവരുണ്ടല്ലോ ഇവിടെ. എന്താ
അവർ ഇവിടെ ഉത്തരം പറയേണ്ടി വരും. എന്താ അരുൺകുമാറെ, വരികൾ കണ്ട ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ നിങ്ങൾ. ഈ കേസ് അന്വേഷണം എങ്ങോട്ട് പോകും, പോയാൽ എവിടെ എത്തും, ആരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അന്വേഷണം എന്നത് ഇതിൽ പരം എന്ത് തെളിവാണ് ഡോക്ടർ അരുൺകുമാർ നമുക്ക് വേണ്ടത്? മാത്രമല്ല, ഇപ്പോഴും കളവ് പറയുന്നത് ഇടതുപക്ഷ പ്രതികൾ അവസാനിപ്പിച്ചിട്ടില്ല. ആദ്യം പറഞ്ഞ എന്താ, ദേവസ്വം ബോർഡിന് ഒരു പങ്കുമില്ല. ഇപ്പം വന്നിരിക്കുന്നത് എന്താ, ദേവസ്വം ബോർഡ് പ്രതിയാകുന്നു. താങ്കൾ തന്നെ പറഞ്ഞു, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ദേവസ്വം ബോർഡ് ഒരു കളവ് കേസിൽ പ്രതിയായിട്ടില്ല. എല്ലാ കേസിലും ഉദ്യോഗസ്ഥന്മാരെ ചാരി രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു വിജയിച്ചുകൊണ്ടിരുന്നത്. അതിനനുസരിച്ച FIRകളും പോലീസ് അന്വേഷണങ്ങളും കേരള പോലീസിന്റെ മുഖ്യമന്ത്രിയുടെ ചൊല്ലും ചോറും തിന്നുന്ന SIT അന്വേഷിച്ചാൽ ഈ പത്മകുമാർ പറഞ്ഞിടത്തേക്ക് അന്വേഷണം എത്തുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുമോ ഡോക്ടർ അരുൺകുമാർ? ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് പങ്കില്ല. ഒറ്റ ചോദ്യം അരുൺ, എന്താണ് ദേവസ്വം ബോർഡിന്റെ പരമപ്രധാനമായ കർത്തവ്യം? എന്റെ വാക്കുകളെ നമുക്ക് തള്ളിക്കളയാം. ഇപ്പൊ അരുൺകുമാർ പറഞ്ഞല്ലോ, കൃത്യമായി കോടതി അന്വേഷിക്കുന്നു എന്ന് അരുൺകുമാർ തുടക്കവും പറഞ്ഞത്. അരുണെ, കൃത്യമായി കോടതി അന്വേഷിച്ച് കണ്ടെത്തിയത് അറിയോ നിങ്ങൾക്ക്? ദേവസ്വം ബോർഡ് കൃത്യവിലോപം കാട്ടി. ഒന്ന്, ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ കൊടുത്ത റിപ്പോർട്ട് പ്രകാരമാണ് ഞാൻ പറയുന്നത്. ഒറ്റ ചോദ്യം ഡോക്ടർ അരുൺകുമാർ, കഴിഞ്ഞ 30 കൊല്ലം കേരളത്തിലെ ദേവസ്വം സ്വത്തുവകകൾ സംരക്ഷിക്കാൻ വിനിയോഗിക്കപ്പെട്ട ഈ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡും കണ്ടെത്തിയ കണ്ടെത്തലുകൾ പുറത്തുവിടാൻ മിസ്റ്റർ അരുൺകുമാർ CPM തയ്യാറാകുമോ? നിങ്ങൾ അറിയാതെയാണോ ഇതൊക്കെ നടന്നത് എന്ന് വിശ്വസിക്കാൻ അരിയാഹാരം കഴിക്കുന്നവർക്ക് സാധിക്കുമോ? നോക്കൂ, നിങ്ങൾ ഈ ദ്വാരപാലക ശില്പങ്ങൾ കടത്തിക്കൊണ്ടുപോയപ്പോൾ അത് കൊണ്ടുപോയതിൽ വളരെ കൃത്യമായിട്ട് ബോധപൂർവം ഒരിക്കലും തെളിയിക്കപ്പെടാതിരിക്കാനുള്ള തെളിവ് നശിപ്പിക്കാൻ ഉണ്ടായിട്ടില്ലേ? നോക്കൂ, വാസു എന്ന് പറയുന്ന ഇന്ന് പ്രതി ചേർക്കപ്പെട്ട മറ്റൊരു ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞ എന്താ, ഞാൻ കട്ടിട്ടില്ല എന്ന് പറഞ്ഞില്ല അരുൺകുമാറെ. അയാൾ പറഞ്ഞ എന്താ, ഞാൻ കട്ടതിന് തെളിവില്ല എന്ന് പറഞ്ഞാൽ വളരെ സമർത്ഥമായി എല്ലാ തെളിവുകളും നശിപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് തന്നെയല്ലേ കോടതി പറയുന്നത്? സ്വർണ്ണപ്പാളി എന്നത് മറച്ചു വെച്ചു, സ്വർണം പൂശി എന്ന് പറഞ്ഞു, പിന്നീട് അത് ചെമ്പാക്കി മാറ്റി. അതൊക്കെ നമുക്ക് വിടാം. ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ 4 കിലോ 147 ഗ്രാം കുറവുള്ളത് ദേവസ്വം ബോർഡ് കണ്ടെത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ CPMന്റെ പ്രതിനിധി അരുൺകുമാറെ? ഈ റിപ്പോർട്ട് ദേവസ്വം മന്ത്രിക്ക് കൈമാറിയിട്ടില്ല ദേവസ്വം ബോർഡ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? വളരെ കൃത്യമായിട്ട് 2007 ഉത്തരവ് ഡോക്ടർ അരുൺകുമാർ ദേവസ്വം ബോർഡിന്റെ ചുമതലയിൽ പറയുന്നു, ഓരോ 3 മാസം കൂടുമ്പോഴും ക്ഷേത്രങ്ങളിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് 3 മാസം കൂടുമ്പോൾ അവർ ദേവസ്വം മന്ത്രിക്ക് കൈമാറണം. അങ്ങനെ ഒരു റിപ്പോർട്ട് ദേവസ്വം മന്ത്രിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡ് കൃത്യവിലോപം കാണിച്ചു എന്നതിന് തെളിവല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അതിനുള്ള മറുപടി എനിക്ക് വേണം. അടുത്ത ഘട്ടത്തിൽ അങ്ങനെയൊക്കെ വരാം. 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ 2 ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അരുണിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഇങ്ങനെയൊരു റിപ്പോർട്ട് ദേവസ്വം മന്ത്രി അറിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? 4 കിലോഗ്രാം തൂക്കക്കുറവ് ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നു. അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ വീഴ്ചയുടെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് മാത്രമാണ്. സന്നിധാനത്ത് നടക്കുന്നതൊന്നും ദേവസ്വം മന്ത്രി അറിയുന്നില്ലെങ്കിൽ അത് തന്നെ ഒരു വലിയ പരാജയമല്ലേ? ഇടവേള. അരുൺകുമാർ, ഈ 29/8/2019 ചെന്നൈയിൽ വെച്ച് പൂശിയ 11/9/2019 ചെന്നൈയിൽ നിന്ന് ശബരിമലയിൽ എത്തിച്ച് ശ്രീകോവിലിലെ ദ്വാരപാലകരിൽ സ്ഥാപിച്ച ആ കവചത്തിൽ 4 കിലോഗ്രാമിൻ്റെ കുറവ്, 4.541 കിലോഗ്രാം തൂക്കക്കുറവുണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് മഹസറിൽ കാണുന്നുണ്ട്. എന്നാൽ ഈ വിവരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? നേരത്തെ TP ജയചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഈ വിവരം ദേവസ്വം ബോർഡ് മന്ത്രി അറിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ അറിയാതെ പോയതുകൊണ്ടാണല്ലോ ഇത്രയും വർഷം കഴിഞ്ഞിട്ടൊരു SIT അന്വേഷണത്തിലൂടെയും ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിലൂടെയും പുറത്തു വരേണ്ട സാഹചര്യമുണ്ടായത്. അന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് പ്രതി ചേർക്കപ്പെടുമായിരുന്നു. അന്നറിയാമായിരുന്നുവെങ്കിൽ അതറിയാതെ പോയതിന് പിന്നിലെ വീഴ്ച അത് ഉദ്യോഗസ്ഥരുടെ മാത്രമല്ലല്ലോ, ദേവസ്വം ബോർഡിൻ്റെയും ഇതറിയേണ്ട ദേവസ്വം മന്ത്രിയുടെ കൂടി വീഴ്ചയല്ലേ? ഞാൻ അതിലേക്ക് വരാം. ഇപ്പോ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ സഹയാത്രികൻ പറഞ്ഞത് 2007 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ആദ്യമായിട്ട് വന്നത്. അന്ന് LDF ഗവൺമെന്റ് ആണ്, അതുകൊണ്ട് എല്ലാത്തിനും ഉത്തരവാദി LDF ഗവൺമെന്റ് ആണെന്ന്.
ശബരിമലയിൽ ഒരു പൂജാരിയെ അസിസ്റ്റ് ചെയ്യാൻ പാകത്തിന് നിരവധി ആളുകൾ അവിടെ വരുന്നുണ്ട്. ഒരു സഹപൂജാരി എന്ന രൂപത്തിൽ വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായി വന്നത് 2007 അതുകൊണ്ടാണ് LDF ഗവൺമെന്റ് ഉത്തരവാദി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെയൊക്കെ പിന്നിലുള്ള യുക്തി നമുക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ സഹപൂജാരിയായിട്ട് വന്നയാൾ 3-4 കൊല്ലം പൂജാരിയായി വളർന്നു പന്തലിച്ചതെന്നാണ്. ആരാണ് അദ്ദേഹത്തെ ഇത്ര വളർന്നു പന്തലിക്കാനുള്ള അവസരം കൊടുത്തത്? അത് ചോദ്യരൂപേണ അങ്ങ് ചോദിച്ചു. 2011 മുതൽ 16 വരെ അദ്ദേഹത്തിന് കിട്ടിയ അവസരവും സ്വന്തം സഹോദരനെ പോലെ അന്നത്തെ ദേവസ്വം ബോർഡ് കൊണ്ടു നടന്ന വിവരങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ എന്തൊക്കെയായാലും സോണിയാഗാന്ധിക്ക് വരെ കൊണ്ടുപോയി ഒരു 2 പൊതി കൈ കൊടുക്കാനും ഒരു ചാക്ക് താഴെ വെച്ച് കൊടുക്കാനും ഒരു സഞ്ചി സമീപത്ത് വെച്ച് കൊടുക്കാനും ശേഷിയുള്ള ആളായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വളർന്നല്ലോ. UDFന്റെ കൺവീനർ അടൂർ പ്രകാശിന് കൊണ്ടുപോയി 2 പൊതി കൈ കൊടുക്കാനും അതിന്റെ ബാക്കിൽ ഒരു സഞ്ചി കൊണ്ടുപോയി നിറച്ചെന്തോ വയ്ക്കുവാനുമുള്ള ഒരു ശേഷിയും അതിനുള്ള അധികാരവും അദ്ദേഹത്തിന് അവസരവും കിട്ടിയ സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത് അന്വേഷിക്കട്ടെ, അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ സമാന്തര അന്വേഷണം നമുക്ക് വേണ്ട, അതുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ ഒരു ആത്മാർത്ഥത ഇല്ലാതെയാണ് CPMന്റെ പ്രതിനിധി ഇവിടെ വന്നിരിക്കുന്നത്. താങ്കളുടെ കയ്യിൽ ഈ ആത്മാർത്ഥത അളക്കാൻ പറ്റിയ ഒരു മെഷീൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ മെഷീൻ ഉണ്ടെന്ന് പറ, ഞാനങ്ങ് വരാം, നമുക്കൊന്ന് അളന്നു നോക്കാം. ഓരോ വാക്കും ഓരോ വാചകവും കൃത്യമായിട്ടുള്ള ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ തന്നെയാണ് ഈ ചർച്ചയിൽ വന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണമൊന്നും താങ്കളുടെ ഭാഗത്തുനിന്ന് വേണ്ട. പിന്നെ ഒറ്റ കാര്യം, ഈ SIT വേണം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വേണം. അതുപോലെ ഈ കേസ് ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും വീണ്ടും പരിഗണിക്കണം. ഞങ്ങൾ അന്വേഷിച്ച അന്വേഷണ റിപ്പോർട്ടിൽ ഗുരുതരമായ ഇന്ന കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഹൈക്കോടതിയിൽ രാവിലെ 10:15 കോടതി തുടങ്ങുന്ന സമയത്ത് കേസിന്റെ പോസ്റ്റിംഗ് ഇല്ലെങ്കിൽ പോലും അങ്ങ് അവിടെ സബ്മിഷൻ നടത്തിയത് ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. അങ്ങനെ അന്ന് സ്പെഷ്യലായി കേസ് പോസ്റ്റിംഗ് ഇല്ലാഞ്ഞിട്ടും പരിഗണിച്ച് ആ റിപ്പോർട്ട് സീൽഡ് കവറിൽ വന്നത് പരിശോധിച്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൃത്യമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു പ്രഖ്യാപനം വന്നൊക്കെ ദേവസ്വം ബോർഡ് സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഒരിക്കലുമില്ല, ഒരു CBIയും ഭയക്കുന്നില്ല. ആരും അന്വേഷിച്ചാലും സത്യം കണ്ടെത്തണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. ഇപ്പൊ ഒറ്റ കാര്യം ഡോക്ടർ അരുണിന് മനസ്സിലായോ? നിയമസഭയിൽ 5 ദിവസം സ്തംഭിപ്പിച്ചതിനാ ഈ കോൺഗ്രസ് പ്രതിനിധികളും സഹയാത്രികരും ഒക്കെ വന്നിരുന്നു പറയണ എന്തിനാ? അത് ഒരു കോടതി അലക്ഷ്യം ഈ ഗവൺമെന്റ് ചെയ്യണം. അതായത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണ അധികാരം ദേവസ്വം ബെഞ്ചിനാണ്. ആ ദേവസ്വം ബെഞ്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ദിവസം തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം സമാന്തരമായി മറ്റൊരു അന്വേഷണം ഗവൺമെന്റ് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി കോടതി വിധിയെ ധിക്കരിച്ചുകൊണ്ട് കോടതി അലക്ഷ്യം നടത്തണം. അത് നടത്താൻ വേണ്ടി 5 ദിവസം നിയമസഭ സ്തംഭിപ്പിക്കുന്നു. ഇപ്പോഴും പ്രത്യക്ഷമായിട്ടുള്ള സമരം കോൺഗ്രസും BJP നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അതിൽ തൃപ്തികരമല്ലേ നമുക്ക് മറ്റൊരു അന്വേഷണം ആകാമെന്നല്ല. ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്ന വിധിയിൽ പിറ്റേ ദിവസം തന്നെ സമാന്തരമായി മറ്റൊരു അന്വേഷണ ഏജൻസി, ഈ ഹൈക്കോടതിയെ വിശ്വാസമില്ല, ഈ വിധി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതി നിശ്ചയിച്ചത് വിശ്വാസമില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? അപ്പൊ അത്തരത്തിൽ ഒരു തരത്തിലും യുക്തിയില്ലാതെ നിയമവിരുദ്ധമായ കുറെ സമരവുമായി കോൺഗ്രസ് ഇറങ്ങിത്തിരിക്കുന്നു, BJP ഇറങ്ങിത്തിരിക്കുന്നു. ഇതൊക്കെ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചു പോകുന്നു. ബഹുമാനപ്പെട്ട സഹയാത്രികൻ ഒരു കാര്യം പറയണം, ഈ കേരളത്തിന്റെ പോലീസ് നയം തിരുത്തണം. അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒഴിയണം, മുഖ്യമന്ത്രി ഒഴിയണം. അതുവരെ ഈ നിയമസഭയ്ക്കുള്ളിൽ അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ച് സമരം തുടങ്ങിയിട്ട് അത് എവിടെ പോയി, ആവിയായി പോയോ? ആ MLA മാർ എവിടെ പോയി എന്ന് നിങ്ങൾക്ക് പോലും അറിയില്ലാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സമരത്തിന്റെ യുക്തിയെല്ലാം പൊളിറ്റിക്കൽ ഗെയിമിന് വേണ്ടി നടത്തുന്ന സമരമാണെന്ന് കൃത്യമായിട്ട് അറിയാം. 29/8/2019 ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ പോയി ഉദ്യോഗസ്ഥൻ തൂക്കി നോക്കിയപ്പോൾ അതിൽ 4.5 കിലോഗ്രാമിന്റെ കുറവ് കണ്ടു. ഈ വിവരം ദേവസ്വം മന്ത്രി അറിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? അത് പരിശോധിക്കട്ടെ, അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വരട്ടെ. ഇപ്പോ സ്മാർട്ട് ക്രിയേഷൻസ്, ഞാൻ തന്നെ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനലിന്റെ ചർച്ചയിൽ ഇരിക്കുമ്പോഴാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിട്ട് ഒരാളെ കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ ഒരിക്കൽ പൂശിയതിൽ ഞങ്ങൾ പൂശാറില്ല, അതായത് ഒരിക്കൽ സ്വർണം പൂശിയതിൽ ഞങ്ങൾ തൊടാറില്ല, ഇതാണ് ഞങ്ങളുടെ സ്ട്രാറ്റജി, ഇത് ഞങ്ങൾ ഒരിക്കലും ലംഘിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു, ഹി ഹാസ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ വക്കീലാണെന്ന് പരിചയപ്പെടുത്തിയിട്ടാ പറയുന്നത്. ഇപ്പൊ സത്യം പുറത്തു വന്നില്ലേ? ഈ സ്മാർട്ട് ക്രിയേഷൻസ് അടക്കമുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയ വിശ്വാസം. ഞാൻ പറഞ്ഞത് അന്ന് RG രാധാകൃഷ്ണനായിരുന്നു ദേവസ്വം കമ്മീഷണർ. ആ ദേവസ്വം കമ്മീഷണർ തിരുവാഭരണ കമ്മീഷണർ, ആ തിരുവാഭരണ കമ്മീഷണർ നേരിട്ട് ചെന്നൈയിൽ പോയി തൂക്കി ഇതിന്റെ അളവെടുത്തിട്ടുണ്ട്. അപ്പോ ഈ സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞ കള്ളത്തരമല്ല, അത് ഓൾറെഡി ഇവിടെ പ്രൂവ്ഡ് ആണ്. അതിൽ സ്വർണ്ണമായിരുന്നു എന്നുള്ളത് പ്രൂവ്ഡ് ആയിരുന്നു. യെസ്, ഞാൻ പറഞ്ഞു വന്നത് ഈ ഇവിടെ സ്മാർട്ട് ക്രിയേഷൻസിനെ 3-4 ദിവസം ഇവിടെ അവതരിപ്പിച്ചത് സത്യത്തിന്റെ വലിയ പുതിയ തലത്തിലുള്ള ഒരാളായിട്ടാണ്.
ഇപ്പോൾ ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിലാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴിയും അവർക്ക് ഈ ഗൂഢാലോചനയിലുള്ള പങ്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വാസത്തിലെടുത്തത് കൊണ്ട് നടത്തിയ തരികിട പരിപാടി എല്ലാം പുറത്തു വന്നത്. ഇപ്പൊ ഈ ആദ്യ പ്രതി പട്ടിക വരുമ്പോ തന്നെ ഈ RG രാധാകൃഷ്ണൻ 3ാം പ്രതിയാണ്. ഇതിൽ ഇപ്പൊ 141 പോലീസുകാരെ നടപടിയെടുക്കാൻ ഗവൺമെന്റ് തയ്യാറായത് എന്താ? ഗവൺമെന്റിന് ഒരു നയമുണ്ട്, ആ നയത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ അവർ ഈ ദേവസ്വം ബോർഡിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ടവരാണ്. ഞാൻ ചോദ്യത്തിലേക്ക് വരുന്നത് പ്രശ്നം തീരുന്നില്ലല്ലോ. അത് ആ സമയത്ത് അറിയേണ്ടിയിരുന്ന ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? അവിടെയാണ് TP ജയചന്ദ്രൻ പറയുന്നത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടുള്ളൊരു കൂട്ടുകളിയാണ്. അല്ല, TP ജയചന്ദ്രൻ പറയുന്നതിലേക്ക് ഞാൻ വരാം. ഇതൊന്ന് കേക്ക്. നമ്മൾ സമാന്തര അന്വേഷണം അല്ലല്ലോ നടത്തുന്നത്. നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്കറിയാവുന്ന വിവരങ്ങൾ അനുസരിച്ച് അത് പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന തരത്തിൽ അവരുടെ സംശയം തീർക്കുക എന്നതാണ് എന്റെയും അങ്ങയുടെയും ലക്ഷ്യം. അതിന്റെ ഭാഗമായി ചില ഉദ്യോഗസ്ഥന്മാർ ശബരിമലയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനും ദേവസ്വം ബോർഡിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനും പ്രവർത്തിക്കേണ്ടവർ അത് പ്രവർത്തിക്കാതെ കള്ളത്തരത്തിനും കൊള്ളയ്ക്കും അതുപോലെ ഗൂഢാലോചനയ്ക്കും കൂട്ടുനിൽക്കുന്ന സാഹചര്യം അവർ ആരൊക്കെയാണെന്ന് കണ്ടെത്തണം. മന്ത്രിക്ക് റിപ്പോർട്ട് കിട്ടിയാൽ അപ്പൊ തന്നെ മന്ത്രി അതിൽ ആക്ഷൻ എടുക്കില്ലേ? ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന്റെ സംവിധാനത്തിലേക്ക് ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ ആക്ഷൻ എടുക്കില്ലേ? ഇത് തരാതെ ദേവസ്വം ബോർഡ് തന്നെ ആയിക്കോട്ടെ. ഈ ഡോക്ടർ അരുൺ, ആര് കുടുങ്ങിയാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ആധികാരികമായി പറയുന്നു, ആത്മാർത്ഥയോടെ പറയുന്നു, ഈ ശബരിമലയിലെ പൊന്നു പോയിട്ട് ഒരു 5 പൈസയുടെ തുട്ടു നാണയം വരെ നഷ്ടപ്പെടുന്ന പ്രവൃത്തി ആര് ചെയ്താലും അവർ കുടുങ്ങണം. അത് കുടുങ്ങാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തും. അത് നടത്തുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും എല്ലാം പറഞ്ഞത്. ചെറിയ ഇടവേള വേണം. ഇതാണ് അരുൺകുമാർ പറയുന്നത്. അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിന് ഈ ഘട്ടത്തിൽ ഒരു സമാന്തര അന്വേഷണം സാധ്യമല്ലെന്നറിയാമായിരുന്നിട്ടും എന്തിനാണ് കോൺഗ്രസ് നിയമസഭയിൽ തുടർച്ചയായി 4 ദിവസം സഭ സ്തംഭിപ്പിച്ചത്? SITയുടെ അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് സമാന്തരമായൊരു അന്വേഷണം പ്രഖ്യാപിക്കുക സാധ്യമാണോ? അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഈ വിഷയത്തിന്റെ പേരിൽ. 2018 എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. വിശ്വാസ സംഗമങ്ങൾ നടത്തുന്നു, മേഖലാ ജാഥകൾ നടത്തുന്നു. അതിൻ്റെയൊക്കെ ഉദ്ദേശം ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിന്റെ ലാഭമുണ്ടാക്കണം എന്നുള്ളതാണോ എന്നതാണ് ചോദ്യം. ക്ഷമിക്കണം ശ്രീകുമാർ. നോക്കൂ ഡോക്ടർ അരുൺകുമാർ, ഒരു സർക്കാരിനെ ഗവൺമെൻറ്റിന് സർക്കാരിനെ ജനങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നുണയും അതുപോലെ തെറ്റിദ്ധാരണയും കൊണ്ടൊന്നും ജനങ്ങളെ കൂടെ നിർത്താൻ ആർക്കും കഴിയില്ല. UDF ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള വിഷയം എന്താ വെച്ചാൽ ഹൈക്കോടതിയുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. ആ അന്വേഷണം നടക്കട്ടെ. അപ്പോൾ അത് കോടതിയുടെ നിരീക്ഷണത്തിൽ പുറത്തുനിന്നുള്ള ഏജൻസി കൂടെ അന്വേഷിച്ചാൽ നന്നായിരുന്നു എന്നാണ് കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞത്. നിയമസഭയിൽ ഈ വിഷയം വന്നപ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും അടിയന്തര പ്രമേയം അവതരിപ്പിക്കാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ച മന്ത്രിയുണ്ട്. അതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ഡേറ്റ പറഞ്ഞത് മാത്രം 26, 27. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ അഡ്വക്കേറ്റ് അരുൺകുമാർ തന്നെ നോക്കൂ. 2007 അവിടെ ഒരു സഹായിയായിട്ട് ഈ വിവാദ പുരുഷൻ എത്തിയെന്ന് പറഞ്ഞത് N. ശ്രീകുമാർ അല്ല, A. പത്മകുമാർ എന്ന് പത്രലേഖകരോട് പറഞ്ഞ കാര്യം ഞാനിവിടെ ആവർത്തിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 3 തവണ LDF ഭരിച്ചു 1999 തൊട്ട്. 1 തവണ UDF ഭരിച്ചു, 2 തവണ UDF ഭരിച്ചു. ഈ നമ്മളുടെ LDFിൻ്റെ ഭരണകാലത്ത് മാത്രമാണ് ഈ സ്വർണവുമായി ബന്ധപ്പെട്ട വിഷയം വന്നത്. ഇപ്പം ഡോക്ടർ അരുൺകുമാർ പാത്രങ്ങളെ പറ്റി പറഞ്ഞു. 9 വർഷം ഇവർ ഭരിച്ചല്ലോ, എന്നാൽ പാത്രത്തിൻ്റെ കാര്യം ഇവർക്കൊന്ന് തീരുമാനിക്കാമായിരുന്നല്ലോ. അവർ തീരുമാനിച്ചിട്ടില്ലല്ലോ. അപ്പം അവിടെ ചർച്ചയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ 2 ഗവൺമെന്റ് 99-ലും 2000 ഹൈക്കോടതിയിലാണ്. മാത്രമല്ല പെൻഷൻ 50% തടഞ്ഞുകൊണ്ട് വരികയും ചെയ്തു. ശ്രീകുമാർ, അതിൽ നടപടിയായിട്ടുണ്ട് കേട്ടോ. അല്ല നോക്കൂ ഡോക്ടർ, ഞാനതിനെ ന്യായീകരിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്വർണ്ണമാണ്. ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം കടത്തിയ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതും ഉണ്ടായില്ലെന്ന് ചോദിച്ച് ഇതിൻ്റെ ശോഭ കെടുത്തേണ്ട, ഇതിൻ്റെ ആ ഒരു ഗൗരവം കെടുത്തേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 3 തവണ LDF ഭരിച്ചു. ഈ കാലത്താണ് ഈ സ്വർണ്ണപ്പാളി വിവാദം വന്നത്. അത് പറയട്ടെ. അല്ല എന്തിനാ അരുൺകുമാരെ? ആയിക്കോട്ടെ, നിങ്ങൾ 1 കോടി 2 കോടിയൊക്കെ UDF കട്ടെങ്കിൽ നിങ്ങൾ പിടിക്കാത്ത നിങ്ങളുടെ കഴിവുകേട് എന്താ പറയാ? നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങൾക്ക് കഴിവില്ല. എന്താണിത് ഡോക്ടർ അരുൺകുമാറെ? നിങ്ങൾക്ക് പൊള്ളു ഞാൻ പറയുമ്പോൾ 3 തവണ LDF ഭരിച്ചു, 3 തവണ അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ സംഭവം വന്നു. ഇത് പറഞ്ഞത് നമ്മളല്ല, ഡോക്ടർ അരുൺകുമാറും അല്ല, N. ശ്രീകുമാറും അല്ല. പറഞ്ഞതാരാ? G. സുധാകരൻ
എ പത്മകുമാർ, അനന്തഗോപൻ, ഇവരൊക്കെയാണ് പറയുന്നത്, അല്ലാതെ നമ്മളാരും പറഞ്ഞതല്ല. ഇവർ പറയുന്ന ഓരോ കാലഘട്ടത്തിൽ ഇവർ പറയുന്ന കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇവരിപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ആദ്യം പറഞ്ഞില്ല, നുണയും വാസ്തവവിരുദ്ധയും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പറയാൻ കാരണം എന്താ അറിയാമോ? അസംബ്ലിയിൽ ഇത്ര ഞാൻ പറഞ്ഞു, ഇന്നലെ ഷാഫി പറമ്പിൽ അടി കിട്ടിയല്ലോ. ഇവരെന്താണ് പോലീസിൻ്റെ നേർക്ക് ബോംബ് എറിഞ്ഞു, അങ്ങനെ സംഭവിച്ചു, മൂക്ക് പൊട്ടിയില്ല, എല്ല് പൊട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റൂറൽ SP ആണെന്ന് പറഞ്ഞത് പോലീസിലെ ഒരു വിഭാഗത്തിന് വീഴ്ച പറ്റി അവർ തല്ലിയെന്ന്. അപ്പോൾ ഇവരുടെ നുണ പൊളിഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ നുണ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. അയ്യപ്പൻ്റെ കാര്യത്തിൽ നിങ്ങൾ നുണ പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും വിശ്വസിക്കില്ല. നിങ്ങളുടെ മുമ്പിലുള്ള വിഷയം എന്താ? ഈ കാര്യത്തിൽ ഗവൺമെൻറ് എന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. ആ രാഷ്ട്രീയ നേതൃത്വം കോടതി ഞങ്ങൾ ഒന്നാന്നല്ല പറയേണ്ടത്. ഇത്രയും കാലം ഈ സംഭവം 1999 അല്ല, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കേട്ടെ, നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കേട്ടെ. ഇങ്ങനെ ഓരോ LDF ഗവൺമെൻറ് കാലത്തും മാത്രം എന്തുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് വിഷയമായി? എന്തുകൊണ്ട് 2011 തൊട്ട് 16 ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിങ്ങൾ പാത്രത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അന്ന് എന്തുകൊണ്ട് ഈ സ്വർണം വിഷയമല്ലാതായി? അപ്പം അതുകൊണ്ട് സ്വർണം വിഷയമായത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചർച്ച. അങ്ങനെ വരുമ്പോൾ അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ CPM നേതൃത്വത്തിനോ LDFിനോ സർക്കാരിനോ പറ്റുന്നില്ല. നോക്കൂ, നവോത്ഥാന കേരളത്തില് ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ. നവോത്ഥാന കേരളത്തില് ഇവര് പറഞ്ഞു, അല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ. എനിക്ക് TP യിലേക്ക് കൂടി പോകണം, ചുരുക്കണം സർ. ചോദ്യമുള്ളൂ മിസ്റ്റർ. നോക്കൂ, കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചില്ലേ ആ കോടീശ്വരന്റെ ഞാൻ ആ ചോദ്യം അവസാനിപ്പിച്ചോളാം, താങ്കൾക്ക് അതിനു കൂടി മറുപടി പറയാം. ഈ കേരളത്തിന്റെ നിയമസഭയിൽ തന്നെ പ്രസ്താവിച്ചില്ലേ ഒരു കോടീശ്വരന്റെ കയ്യിൽ ഈ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി കൊടുത്തു, അത് ഇന്ന ആളുകൾക്ക് അറിയാവുന്ന ആ ഏത് കോടീശ്വരനാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ആ പ്രതിപക്ഷ നേതാവ് കാണിക്കണ്ടേ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അതൊരു ഗുണമാവും, ജനങ്ങളുടെ ആശങ്ക അകറ്റും. ആ കോടീശ്വരൻ ആരാണെന്ന് പ്രതിപക്ഷ നേതാവിന് അറിയെങ്കിൽ പറഞ്ഞാൽ ഈ കേസിൽ TP യിലേക്ക് കൂടി പോകണം. ശ്രീകുമാർ. അല്ല ഡോക്ടർ അരുൺ, ഈ അരുൺകുമാർ ചോദിച്ച ചോദ്യം തെറ്റാണ്. ഞാൻ ആ ചോദ്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ആ കോടീശ്വരൻ ആരാണെന്ന് അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് അറിയാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ദേവസ്വം മന്ത്രി വക്കീൽ നോട്ടീസ് അയച്ചു എന്ന് പറയുന്നത്. ആ ദേവസ്വം മന്ത്രിയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു എന്ന് വാർത്ത കാണിക്കുന്നത്. ഇതൊരു 2 ദിവസം മുമ്പ് വിളിച്ച് സംസാരിക്കാവുന്ന കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് VD സതീശനല്ല പറഞ്ഞത്. ചോദ്യം ആദ്യം മനസ്സിലാക്കുക. സതീശൻ പറഞ്ഞ ചോദ്യം ആദ്യം മനസ്സിലാക്കിയിട്ടൂടെ എന്നോട് ചോദിക്കാൻ. സതീശൻ എന്താ പറഞ്ഞത്? ആ സ്വർണ്ണ പാളി എവിടെയുണ്ടെന്നുള്ളത്, ഒരു കോടീശ്വരൻ്റെ കയ്യിൽ ഉണ്ടെന്നുള്ളത് അക്കാലത്തിൽ ദേവസ്വം മന്ത്രി ആരായിരുന്നു അങ്ങേർക്ക് അറിയാമെന്നാണ് പറഞ്ഞത്. പിന്നെ അത് ഇന്നും ഉണ്ട്. കാരണം ഇന്നത്തെ വാർത്തകളിൽ ഇത് ഉരുക്കിയിട്ടില്ലെന്നും ഈ പാളി ഏതോ കോടീശ്വരൻ്റെ കയ്യിലുണ്ടെന്നും ഇന്ന് വാർത്ത വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഡോക്ടറെ അല്ലല്ലേ നിങ്ങൾ നോട്ടീസ് കിട്ടിയപ്പോ നയം മാറ്റി, നോട്ടീസ് കിട്ടിയപ്പോ ആരാണെന്ന് അറിയണം. അത് രാഷ്ട്രീയ ആരോപണമാണ്. മോശം അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇങ്ങനെ പാടില്ല കേട്ടോ. അഡ്വക്കേറ്റ് അരുൺകുമാർ, നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, അതായത് നിങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം എടുത്ത് വായിച്ചോ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വാട്സാപ്പിൽ ഇട്ട് തരാം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ ഡോക്ടർ അരുൺകുമാർ പറയട്ടെ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ശരി ശ്രീകുമാർ ഒരു നിമിഷം. ശ്രീകുമാർ ഡോക്ടർ അരുൺകുമാറെ, ഇവിടെ അഡ്വക്കേറ്റ് അരുൺകുമാറെ ഞാൻ പറയുന്ന പോലെ ഈ പ്ലാറ്റ്ഫോമിൽ തെറ്റിദ്ധരിപ്പിക്കുക. ഞാൻ പറയുന്നത് പോലും പത്മകുമാർ പറഞ്ഞ കാര്യം എന്റെ തലയിലേക്ക് ഇടുക. വെറുതെ തെറ്റിദ്ധാരണ നടത്തിയൊന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അഡ്വക്കേറ്റ് അരുൺകുമാർ, കോടതി ചെവിക്ക് പിടിക്കും നിങ്ങളെ. കാത്തിരുന്നോ? ശരി, TP താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കൂടി ഒരു നിമിഷം. ഈ ഏത് കള്ളനാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും ഈ സർക്കാർ പിടികൂടിയിരിക്കുമെന്ന വളരെ ആത്മാർത്ഥമായി നെഞ്ചിൽ തട്ടിയാണ് അരുൺ പറയുന്നത്. അതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളാണോ വീഴ്ച വരുത്തിയത്, അതുണ്ടാവും. ഇനി വീഴ്ച രാഷ്ട്രീയ നേതൃത്വത്തിന് സംഭവിച്ചിട്ടുണ്ടോ, അന്വേഷണത്തിനൊരു ഘട്ടത്തിൽ വരട്ടെ എന്ന് പറയുന്നു. കോടതിയുടെ മേൽനോട്ടത്തിലിരിക്കുന്ന SITയുടെ അന്വേഷണത്തിൽ BJPയും തൃപ്തരാകേണ്ടതല്ലേ? നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വീണ്ടും, നാളെ ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധമുണ്ട്, BJPയുടെ പല പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടു. എന്താണ് നിങ്ങളുടെ ആവശ്യം? അന്വേഷണം നടക്കുകയല്ലേ, 6 ആഴ്ച വരെ കാത്തിരുന്നുകൂടെ? ഡോക്ടർ അരുൺ, ഈ ചർച്ചയിൽ നിങ്ങൾ എൻ്റെ ഏറ്റവും കുറഞ്ഞ സമയമാണ് എനിക്ക് അനുവദിക്കുന്നത്. എൻ്റെ വാദം പൂർത്തിയാക്കാൻ നിങ്ങൾ ഒരിക്കലും എന്നെ അനുവദിക്കുന്നില്ല. ഇനി എത്ര നിങ്ങൾ എന്നെ അനുവദിക്കുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്,
പിണറായി വിജയൻ ചെല്ലും ചോറിനും കൊടുത്ത് പോറ്റി വളർത്തി അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി, ആ അന്വേഷണ ഏജൻസി അന്വേഷണം എത്തിച്ചാൽ ആ അന്വേഷണം നടക്കുന്നത് പ്രതികളെ രക്ഷപ്പെടുത്താനാണ് എന്ന് മാത്രമാണ് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർ വിശ്വസിക്കുന്നത്. താങ്കൾ തന്നെ ഇതിന്റെ ഇൻട്രോയിൽ പറഞ്ഞു, ഹൈക്കോടതിയുടെ ഉത്തരവ് കേരളത്തിലെ മുഖ്യമന്ത്രി AKG സെന്ററിൽ പോയി ഒരാളുമായിട്ട് എന്തിനാണ് രഹസ്യ ചർച്ച നടത്തിയത് എന്ന് ഈ താങ്കൾ തന്നെ സംശയം ഉന്നയിച്ചു. അപ്പോൾ അട്ടിമറിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, നമ്മളിവിടെ കാണേണ്ടത് എന്താണ്? വളരെ കൃത്യമായിട്ട് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം അരുൺകുമാറെ, ഡോക്ടർ അരുൺ, ഇത് പിണറായി വിജയന്റെ പ്രതിപുരുഷനല്ലേ വാസു എന്ന് പറയുന്നയാള്? ഇവർ പറയുന്നല്ലോ ഏതറ്റം വരെയും പോയി സത്യം ഞങ്ങൾ തെളിയിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് കേരളത്തിന്റെ പുറത്തുള്ള ഒരു അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കാൻ, ഏത് സത്യവും തെളിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് അരുൺകുമാർ കേരള നിയമസഭയിൽ കേരളത്തിന്റെ പുറത്തുള്ള ഒരു ഏജൻസി അന്വേഷിക്കണമെന്ന് പ്രമേയം പാസാക്കി അത് നിങ്ങൾ SIT അറിയിക്കുമോ? വളരെ തീർന്നില്ല. വിവരക്കേട് പറയല്ല അരുൺ, വിവരക്കേട് പറയല്ല. മിസ്റ്റർ അരുൺകുമാർ, നിങ്ങൾ വക്കീലാവാം, നിങ്ങളെക്കാൾ വിവരമുള്ള വക്കീലിനോട് ചോദിച്ചിട്ടാണ് ഞാൻ അഭിപ്രായം പറയുന്നത്. ഇത് തന്നെയാ നിങ്ങളുടെ സ്വഭാവം. നിങ്ങളെ അസ്വസ്ഥമാക്കും, നിങ്ങളെ വേദനിപ്പിക്കും. ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, നിയമസഭ പ്രമേയം പാസാക്കി SIT ബെഞ്ചിനെ ഏൽപ്പിച്ചാൽ അറിയിച്ചാൽ ബെഞ്ച് നടപടി സ്വീകരിക്കും. അരുൺ 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 പടക്കല്ല എടുക്കും. ഇനി അടുത്ത എന്റെ ചോദ്യം, കുറച്ച് സമയം കിട്ടിയത് അല്ല അരുൺ ഈ ചർച്ച പൂർത്തിയാക്കാൻ അനുവദിക്കില്ല. ഞാൻ കൃത്യബോധ്യത്തോടെയാണ് ഡോക്ടർ അരുൺ പറയുന്നത്. കേരള നിയമസഭ ഇത് CBI ഏൽപ്പിക്കണമെന്നൊരു പ്രമേയം പാസാക്കി SIT നിശ്ചയിച്ച ഹൈക്കോടതി ബെഞ്ചിനെ ഏൽപ്പിച്ചാൽ ഹൈക്കോടതി ബെഞ്ച് തീരുമാനമെടുക്കും, അവരനുവദിക്കുമെന്ന ഒരു തർക്കവും എനിക്കില്ല. അതില്ലെങ്കിൽ അരുൺകുമാറിന്റെ വക്കീൽ പണിയിൽ നിന്നും കുറച്ച് സീനിയർ വക്കീൽമാർ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്ത ചോദ്യം, അരുൺ, ഇന്നലെ വരെ ഇത് ഉദ്യോഗസ്ഥന്മാരെ തലയിലിടാനായിരുന്നില്ലേ ശ്രമം? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആരാണ് അരുൺ കേരളത്തിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാകുന്നത്, കമ്മിറ്റി അംഗങ്ങളാകുന്നത്? പ്രശാന്ത്, ആരായിരുന്നു അദ്ദേഹം? രാഘവൻ, ഇവരൊക്കെ CPMന്റെ പ്രതിപുരുഷന്മാരല്ലേ? ഇനി അതല്ല, ഇവരൊക്കെ കഴിവ് തെളിയിച്ചിട്ടാണോ ഡോക്ടർ അരുൺ ഇവരുടെയൊക്കെ നിഷ്പക്ഷതയും നിഷ്കളങ്കതയും കാണിച്ചിട്ടാണോ ഇവരൊക്കെ ആവുന്നത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കോൺഗ്രസ്സുകാരനായ കാലഘട്ടത്തിലുള്ള പ്രശാന്ത് പാർട്ടി മാറേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതൊരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. മാത്രവുമല്ല, പോറ്റിയുടെ വളർച്ചയെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഞാൻ KS അരുൺകുമാറിനോട് ചോദിക്കുന്നു, പിണറായി വിജയന്റെ ചെവിയിൽ പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറെ കൊണ്ടുപോയി എടുപ്പിച്ച് പ്രസിദ്ധീകരിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് അനുവാദമുണ്ടോ? നിങ്ങൾക്ക് സാധ്യമാണോ? എങ്കിൽ ഊരും പേരുമില്ലാത്ത ഏതോ ഒരു പോറ്റി ഇവരൊക്കെ ചെവിയിൽ പോയി പറയുന്നിടത്തേക്ക് വളർന്നെങ്കിൽ, കോൺഗ്രസ്സുകാരന്റെ കാലഘട്ടത്തിൽ ഇവരൊക്കെ വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തടയേണ്ടതല്ലേ അരുൺകുമാർ? ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ഡോക്ടർ അരുൺ, താങ്കൾ ഒരു ചോദ്യം മനസ്സിലാക്കണം. കേരളത്തിലെ ഇടതും വലതും മുന്നണികൾ ചേർന്ന് കേരളത്തിലെ ദേവസ്വം ബോർഡിനെ വിഭജിക്കുകയാണ്, അവരതിനെ തൂക്കി വിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ ചോദിച്ചു 9 കൊല്ലം മുമ്പ് നടന്നത് എവിടെ എത്തി അന്വേഷണം? എത്തില്ല അരുൺ. കാരണം ശിവകുമാറിന്റെ സഹോദരനെ ദേവസ്വം സെക്രട്ടറി ആക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ലക്ഷ്യമുണ്ട്. വാങ്ങാത്ത പാത്രത്തിന്റെ ബില്ല് 1,72,00,000 രൂപ നിങ്ങളുടെയും എന്റെയും വീട്ടിൽ നിന്നാണ് പോയതെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമോ? തീർന്നില്ല ഡോക്ടർ അരുൺ. 2023-24 നിങ്ങൾ പറഞ്ഞോന്നേ, നിങ്ങൾക്ക് അവസരം തരും, പറഞ്ഞോ. 2023-24 മിസ്റ്റർ അരുൺ 6,06,65,00,000 രൂപയാണ് അരവണ നിർമ്മാണത്തിൽ ദേവസ്വം ബോർഡ് നഷ്ടപ്പെട്ടത്. അത് കുഴിച്ചു മൂടാൻ നിങ്ങൾ ചെലവഴിച്ചത് 1,15,00,000 ഞാൻ അരുണിനോട് ചോദിക്കുന്നു, 2023 കഴിഞ്ഞു, 24 കഴിഞ്ഞു, 25 കഴിഞ്ഞു. ഈ ദേവസ്വം ബോർഡിന് ഈ 7,80,00,000 രൂപ നഷ്ടമുണ്ടാക്കിയ ഏത് ജീവനക്കാരന്റെ പേരിലാണ് നിങ്ങൾ നടപടിയെടുത്തത്? കൊല്ലം 2 കഴിഞ്ഞല്ലോ. ശരി, നിങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരെ തലയിലിട്ട് നടക്കണ്ടേ? ഇത് ഇത്രയേ ഉള്ളൂ ഡോക്ടർ അരുൺ. കാട്ടിലെ മരം
തേവരാന വലിയടാ വലി കിട്ടുന്നവനൊക്കെ ചക്കരക്കുടത്തിൽ കൈയിട്ട് വാരി നക്കി എന്നതിന്റെ ഓർമ്മപ്പെടുത്തലല്ലേ ഹൈക്കോടതി വിശ്വാസികളല്ലാത്തവർക്ക് അമ്പലം കെട്ടിപ്പിടിക്കുമ്പോൾ ഒറ്റ മിനിറ്റ് ഇദ്ദേഹം രണ്ടു തവണ ആവർത്തിച്ചത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പ്രശ്നമാണെന്ന്. എന്നാൽ നിങ്ങൾ സംഘപരിവാറും RSSും ഭരിക്കുന്ന ക്ഷേത്രമാണ് അടൂർ ക്ഷേത്രം. അതുപോലെ തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, അതുപോലെ തന്നെ തൃച്ചന്നമംഗലം മഹാദേവ ക്ഷേത്രം, ആരാണ് അജിത് കുമാർ ബിജെപിയുടെ സംസ്ഥാന എത്രയോ ക്ഷേത്രം കാണിച്ചു തരാം. അവിടെയും അഴിമതി ഉണ്ടാകാൻ പാടില്ല, ഇവിടെയും അഴിമതി ഉണ്ടാകാൻ പാടില്ല. ഓരോ ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കാൻ പാടില്ല. അന്വേഷിക്കട്ടെ, നിങ്ങൾക്ക് സത്യം അന്വേഷിക്കുന്നത് പോലും സമ്മതിക്കില്ല. കാരണം ഒറ്റ കാര്യം ഈ അന്വേഷണം അതുകൊണ്ട് ശരി, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കട്ടവരെല്ലാം കുടുങ്ങുമോ എന്നതാണ് ചോദ്യം. നേരത്തെ അരുണും ശ്രീകുമാരൻ തമ്മിലുണ്ടായ തർക്കമുണ്ടല്ലോ, VD സതീശന്റെ ആ സ്റ്റേറ്റ്മെന്റ്. ആ VD സതീശൻ സഭയ്ക്ക് പുറത്താണ് പറഞ്ഞത്, സഭയ്ക്കുള്ളിലല്ല. സഭയ്ക്കുള്ളിൽ അങ്ങനെ ഒരു ആരോപണം VD സതീശൻ ഉന്നയിച്ചതായിട്ട് എന്റെ ശ്രദ്ധയിലുമില്ല. സഭയ്ക്ക് പുറത്ത് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഒരാൾ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ ദേവസ്വത്തിൽ നിന്നും അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം വിറ്റു എന്നറിഞ്ഞിട്ട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ട് എന്തുകൊണ്ടൊരു ക്രിമിനൽ നടപടിയെടുത്തില്ല? അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്, ദേവസ്വം മന്ത്രിക്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാം അറിയാം. കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് വിറ്റെന്ന്, ഞാനല്ല. അത് ഉള്ളിക്ക് അറിയാം ആരാന്ന്, ഉള്ളി പുറത്തുവിടട്ടെ. CPM-നും അറിയാം ആരാണ് ഈ കോടീശ്വരൻ. ദ്വാരപാലക ശില്പം കോടീശ്വരന് വിറ്റു എന്ന് മനസ്സിലായിട്ടും വീണ്ടും അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ഇത് കക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിരിക്കുക. അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അറിയാം ഏത് കോടീശ്വരനാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിറ്റിരിക്കുന്നത്. ഇതായിരുന്നു അരുൺ. അല്ല, ഇത് പുറത്ത് രണ്ടാമത് വക്കീൽ നോട്ടീസൊക്കെ കിട്ടിയതിനു ശേഷം പറഞ്ഞ എക്സ്പ്ലനേഷനിൽ പെട്ടതാ. ഞാൻ അതിന്റെ വീഡിയോ ഞാൻ കൃത്യമായിട്ട് അയച്ചു തരാം. ഇവിടെ ഏത് കോടീശ്വരനാണ് കൊടുത്തതെന്ന് തനിക്കറിയാം. പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് തന്നെയാ. ഇതൊക്കെ പൊതുമണ്ഡലത്തിലുണ്ട്. ഇത് എത്ര തവണ ഈ പ്രതിപക്ഷ നേതാവിനെ മാറ്റി പറയേണ്ടി വന്നു? ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെ കല്ലും മുള്ളും കാലിക്കുമെത്ത എന്ന് പറഞ്ഞതുവരെ തെറ്റിദ്ധരിപ്പിച്ച് പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടു. പ്രതിപക്ഷ നേതാവിന്റെ എവിടെ ഇദ്ദേഹം പരിപാടി അവതരിപ്പിച്ചാലും ആ പരിപാടിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ, കൃത്യമായി വിവരങ്ങൾ പുറത്തു വരട്ടെ, കുറ്റവാളികളെ പിടിക്കട്ടെ, സത്യം കണ്ടെത്തട്ടെ. ഈ അന്വേഷണ ഏജൻസിയെ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് BJPയും കോൺഗ്രസും ഒറ്റ സ്വരത്തിൽ പറയുന്നത്. അന്വേഷണം എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം ഇവർക്ക് കിട്ടി. അത് നിങ്ങളുടെ കൈവച്ചാൽ മതി. ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരം സ്വർണ്ണമോഷണത്തിന് ഉത്തരവാദിത്വം കേരളം ഇതുവരെ ഭരിക്കാത്ത BJPക്കും ദേവസ്വം ബോർഡ് മന്ത്രിയാവാത്ത BJPക്കും കോൺഗ്രസിനും ഇല്ലല്ലോ. 2019 ദേവസ്വം ബോർഡ് LDF-ന്റെ കാലത്താണ്. 2019 ദേവസ്വം മന്ത്രി LDF-ന്റെ മന്ത്രിയാണ്. അന്വേഷണം പോയാൽ പരമാവധി LDF-ലേക്ക് തന്നെ നിൽക്കും. BJP എന്തിനു ഭയക്കണം? കോൺഗ്രസ് എന്തിനു ഭയക്കണം? അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആർക്കൊക്കെയാ പൊതി കൊണ്ടേ കൊടുത്തേന്നൊക്കെ ഇവിടെ കൃത്യമായി പൊതുസമൂഹത്തെ ഭയക്കുന്നത്. ഈ ഏജൻസി പോരായെങ്കിൽ ഒറ്റ മിനിറ്റ് ഈ ഏജൻസി പോരെങ്കിൽ BJPക്കും RSSനും എത്രയോ അഭിഭാഷകർ ഹൈക്കോടതിയിലുണ്ട്. പല അസാധ്യമായ കാര്യങ്ങളിലും ഹൈക്കോടതി പോകുന്നവരുണ്ടല്ലോ. ഒന്ന് പോയി ഈ ദേവസ്വം ബെഞ്ചിൽ ഒരു സബ്മിഷൻ നടത്തട്ടെ. ഈ അന്വേഷണ ഏജൻസി പോരാം, CBI വേണം, അല്ലെങ്കിൽ വേറെ ആള് വേണമെന്ന്. അന്വേഷണം പൂർത്തീകരിക്കട്ടെ. ഏതറ്റം വരെ ഈ അന്വേഷണം മുന്നോട്ട് പോകും ഒരു സംശയമില്ല. അപ്പോഴത്തേക്കും തെളിവുകളൊക്കെ നശിപ്പിക്കണോ? ആ ധൈര്യമാണോ? ഒരു തെളിവ് നശിക്കില്ല. ഹൈക്കോടതിയുടെ അണ്ടർ സർവൈലൻസിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അല്ല, ഇതൊക്കെ കോടതിയിലൊന്ന് പറയൂ. കോടതിയിൽ നിങ്ങൾക്കുണ്ടല്ലോ സംവിധാനം. ഹൈക്കോടതി മാത്രമാണ് കേരളത്തിലെ ഭക്തജനങ്ങൾക്കുള്ള വിശ്വാസം. നിങ്ങളിലില്ല. കേരളത്തിലെ ജനതയും കേരളത്തിലെ വിശ്വാസ സമൂഹവും അയ്യപ്പനും കോടതി നിർദ്ദേശപ്രകാരം കൃത്യമായി അണ്ടർ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാത്തതൊന്നും ഞാൻ പറയുന്ന നുണ പൊളിച്ചെടുക്കാൻ എന്താ കഴിയാത്തത്? ശ്രമിച്ചാലും അത്ര മോശക്കാരനാണോ അരുൺകുമാർ?
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വരരുതല്ലോ. CPM വിടരുത്. ഓക്കെ, ശരി. അത്ര മോശക്കാരനെയാണോ CPM ചർച്ചയ്ക്ക് വിടാറ്? ശ്രീകുമാർ, ഇങ്ങനെ BJP ചർച്ചയ്ക്ക് വിടുവോ CPM? 30 സെക്കൻഡ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. ഡോക്ടർ അരുൺ ഒരു ഒറ്റ മിനിറ്റ്. ഡോക്ടർ അരുൺ ഒറ്റ മിനിറ്റ്. അതായത് ഇപ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞ നുണയാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അത് സതീശൻ ഇത് പറഞ്ഞതുകൊണ്ടാണ് കടകംപള്ളി വക്കീൽ നോട്ടീസ് അയച്ചത്. അത് മനസ്സിലായല്ലോ. ഒന്ന്. രണ്ടാമത്തെ ഇവിടെ സമരം പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. 2000 ഉമ്മൻചാണ്ടിയുടെ കാലത്തെ സെക്രട്ടേറിയറ്റ് വളഞ്ഞിട്ട് ആ സമരം എങ്ങനെ അരുൺകുമാറെ പിൻവലിച്ചേ? ഞാൻ പറയണോ? നിങ്ങൾക്ക് UDFന്റെ തലയിലിടാൻ പറ്റാത്ത ഏക വിഷയം സ്വർണ്ണ വിഷയം. നിങ്ങൾക്ക് UDFന്റെ തലയിലിടാൻ പറ്റാത്ത ഏക വിഷയം ഈ സ്വർണ്ണ വിഷയം കേട്ടോ. ബാക്കി എല്ലാം നിങ്ങൾ UDF എന്ന് പറഞ്ഞു. ഇന്ന് സജി ചെറിയാൻ പറയാൻ നോക്കി, പക്ഷെ അത് റോഡിലെത്തി നിന്നു. സ്വർണത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. എന്തിനാ അരുൺകുമാറെ നിങ്ങൾക്കിത് ന്യായീകരിക്കാൻ പറ്റില്ല? നിങ്ങൾ പെട്ടു അരുൺകുമാറെ. പോലീസ് നയം തിരുത്തിയോ? MLA എവിടെ പോയി? റൈറ്റ്, ഈ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവും. താങ്ക് യു ശ്രീകുമാർ, താങ്ക് യു അരുൺകുമാർ, താങ്ക് യു TP ജയചന്ദ്രൻ, താങ്ക് യു ശ്രീ മഹേഷ് പണിക്കർ ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.